തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ ഫാസ്റ്റിംഗ് ആൻഡ് പ്രയറിൻ്റെ 4ാം രാത്രിയിൽ തിരുവചനവുമായി ദൈവമക്കളെ ശുശ്രൂഷിപ്പാൻ സർവശക്തനായ ദൈവം ഒരുക്കി തരുന്ന ഈ നല്ല സാവകാശത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ത്യ പെന്തിക്കോസ്ത് ദൈവസഭയ്ക്ക് വളരെ ശക്തമായി നേതൃത്വം നൽകിയിട്ടുള്ള, ഞാൻ ക്രിസ്തുവിൽ ജ്യേഷ്ഠ സഹോദര തുല്യം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഈ സഭയുടെ അധ്യക്ഷൻ കൂടിയായിരിക്കുന്ന കർത്താവിൻ്റെ വിലയേറിയ ദാസൻ പാസ്റ്റർ രാജു പൂവക്കാലാവറുകൾ, അദ്ദേഹത്തിൻ്റെ മകൻ, ഈ കാലഘട്ടങ്ങളിൽ പരിശുദ്ധാത്മ ഉപയോഗിക്കുന്ന കർത്താവിൻ്റെ വിലയേറിയ ദാസൻ പാസ്റ്റർ ജിബിൻ പൂവക്കാലാവറുകൾ, ഇന്ന് ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന ബഹുമാന്യ കർത്താവിൻ്റെ ദാസൻ, വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഗാന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്ന പ്രിയ ജെയ്സൺ ബ്രദർ, പ്രിയ സിസ്റ്റർ, സന്നിഹിതരായിരിക്കുന്ന എല്ലാ ബഹുമാന്യരായ ദൈവദാസന്മാർ, ദൈവമക്കൾ, സഹോദരി സഹോദരങ്ങൾ, മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ, എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യ തിരുനാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഇന്ന് രാവിലത്തെ സെക്ഷന് ശേഷം തൊട്ടടുത്തുള്ള പ്രിയ എബി ബ്രദറിൻ്റെ ഭവനത്തിൽ വിശ്രമിപ്പാനും ആ ഭവനത്തിൻ്റെ ആതിഥ്യം സ്വീകരിപ്പാനും കർത്താവിടെയാക്കിയ കുടുംബത്തോട് പ്രത്യേകിച്ച് കർത്താവിൻ്റെ നാമത്തിൽ നന്ദി പറയുന്നു. എൻ്റെ മകൻ പ്രിയ സാമ് കടന്നു വന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരുമിച്ച് ഒരു കൂട്ടായ്മ കർത്താവ് ഒരുക്കിയതിനായിട്ട് ദൈവത്തിന് സ്തോത്രം. സന്തോഷമുള്ള ദൈവമക്കൾ ആ കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. സർവശക്തനായ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ഈ സഭയിൽ വന്ന് ഈ 4ാം ദിവസം ശുശ്രൂഷിപ്പാൻ അവസരം ലഭിച്ചത് ഒരു വലിയ ഭാഗ്യ പദവിയായിട്ട് ഞാൻ കരുതുന്നു. എന്നെ ക്ഷണിച്ച ബഹുമാന്യ ദൈവദാസൻ ഒരിക്കൽ കൂടെ ഹൃദയത്തിൽ നിന്ന് നന്ദി പറയുന്നു. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ സഭയിൽ ക്രമീകരിച്ച 21 ഡേയ്സ് ഫാസ്റ്റിംഗ് ആൻഡ് പ്രയറിൽ കർത്താവിൻ്റെ ബഹുമാന്യദാസൻ പാസ്റ്റർ ജിബിൻ പൂവക്കാലാവറുകൾ കടന്നു വന്നു, ശുശ്രൂഷിപ്പാനിടയായി. അത് ഞങ്ങളുടെ സഭയ്ക്ക് വലിയൊരു അനുഗ്രഹമായി. പ്രത്യേകിച്ച് യൗവനക്കാരായ കുഞ്ഞുങ്ങൾ പലരും അഭിഷേകത്താൽ നിറയപ്പെട്ട് ദൈവകൃപയിൽ ബലപ്പെട്ട് സന്തോഷിക്കുന്നത് കാണുവാൻ കർത്താവ് ഇടയാക്കി. സർവശക്തനായ ദൈവം ദൈവദാസന്മാരെ ഉപയോഗിക്കുന്നത് ഓർത്ത് അക്കരങ്ങൾ ഉയർത്തി ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താം. വളരെ പ്രാർത്ഥനാപൂർവ്വം ഇന്ന് രാത്രി ദൈവസന്നിധിയിലായിരിക്കാം. അതിശക്തമായ ദൈവിക വിടുതലുകൾ ഈ 4ാം രാത്രിയിൽ പ്രാർത്ഥിക്കുന്ന തൻ്റെ ജനത്തിനുമേൽ പരിശുദ്ധാത്മാവ് കൈമാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. 4ാം ദിവസത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാം. സ്തോത്രം. യേശുക്രിസ്തു ഏറ്റവും സ്നേഹിച്ചിരുന്ന ബഥാന്യയിലെ ഒരു ഭവനത്തിൽ നിനച്ചറിയാത്ത നാഴികയിൽ സംഭവിച്ച വലിയ പ്രതികൂലത്തിൻ്റെ ആ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ 4ാം ദിവസം പ്രതീക്ഷകൾ അസ്തമിച്ച സമയത്ത് വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് കടന്നു വന്ന് നാറ്റം വെച്ചെന്ന് പറഞ്ഞ 4 ദിവസമായി ഇനി പ്രതീക്ഷയില്ലെന്ന് പറഞ്ഞ വിഷയത്തിനകത്ത് അത്ഭുതങ്ങളെ പ്രവർത്തിച്ചെങ്കിൽ ഈ 4ാം രാത്രി ഒരു ദൈവപ്രവൃത്തിയുടെ രാത്രിയായി മാറട്ടെ. എത്ര ദൈവമക്കൾക്ക് വിശ്വാസമുണ്ട്? വളരെ പ്രാർത്ഥനയോടെ ഇന്ന് രാത്രി നമുക്ക് കർത്തൃസന്നിധിയിലായിരിക്കാം. ദൈവവചനം ശുശ്രൂഷിക്കുമ്പോൾ തന്നെ അതിശക്തമായ ചില ദൈവിക വിടുതലുകൾ ഇന്ന് രാത്രിയിലെ പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മാവ് അയക്കാൻ പോകുന്നതിനായിട്ട് കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഒരു നിമിഷം ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് ഒരു നിമിഷം നമ്മുടെ ആത്മാവിൽ പ്രാർത്ഥിച്ച ശേഷം ദൈവവചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. എല്ലാവരും ദയവായി ഒരു നിമിഷം കണ്ണുകളടച്ചാട്ടെ, അധരങ്ങളെ ഒന്ന് തുറന്നാട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ സ്തോത്രയാഗം അർപ്പിച്ചൊരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ശുണാനാമാന റാമാന ശഖല റാമാന ശാംധരാധര അടകബന രകബല ശംഭര. ആമേൻ. അന്യഭാഷ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ, അഭിഷേകത്തിൻ്റെ ശക്തി നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി മൗനമായിരിക്കാതെ ആമേൻ ശക്തമായിട്ട് അഭിഷേകത്തോടെ ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, ഇന്ന് രാത്രി എന്നെ ഒന്ന് സ്പർശിക്കണമേ, ഇന്ന് രാത്രി എന്നെ ഒന്ന് വിടുവിക്കണമേ. ദൈവസന്നിധിയിൽ വില കൊടുത്ത് പ്രാർത്ഥിക്കുന്ന ആമേൻ, ദൈവസന്നിധിയിൽ കരയുന്ന ആമേൻ ചില ദൈവമക്കളോടുള്ള ബന്ധത്തിൽ പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. ഇന്ന് രാത്രി വിടുവലിൻ്റെ രാത്രിയാക്കി, ഇന്ന് രാത്രി ദൈവപ്രവൃത്തിയുടെ രാത്രിയാക്കി. യെസ്, ആ കരങ്ങളെ ശക്തമായിട്ട് അടിച്ച് ആത്മശക്തിയോടെ ഇന്ന് രാത്രി ആരാധിച്ച് തുടങ്ങട്ടെ. യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഈ ദേശത്ത് വ്യാപരിക്കുന്ന സകലവിധമായ ഇരുളിൻ്റെ വ്യാപാരങ്ങളും ഇന്ന് രാത്രി മുട്ടുമടക്കട്ടെ. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ വചനം ശുശ്രൂഷിക്കുമ്പോൾ, ആത്മീയ ശുശ്രൂഷ ഇവിടെ വെളിപ്പെടുമ്പോൾ
അത്ഭുതകരമായ ദൈവപ്രവൃത്തി സഭയുടെ അകത്തളങ്ങളിൽ പ്രാർത്ഥിക്കും അവന്റെ ജനത്തിനുമേൽ ഇന്ന് രാത്രി ദൈവാത്മാവ് കൈമാറാൻ പോകുന്നതിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയാണ്. അതിശക്തിയോടെ ഒരു നിമിഷം പ്രാർത്ഥിച്ചാട്ടെ. യെസ്, ആ കരങ്ങളെ തട്ടി ആത്മശക്തിയോടെ അഭിഷേകത്തോടെ ആമേൻ ശുശ്രൂഷയുടെ ആരംഭത്തിങ്കൽ തന്നെ പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. ഇന്ന് രാത്രി ഒരു വിടുവലിന്റെ രാത്രിയാക്കി, ഇന്ന് രാത്രി ഒരു ദൈവപ്രവൃത്തിയുടെ രാത്രിയാക്കി, ഇന്ന് രാത്രി സൗഖ്യത്തിന്റെ രാത്രിയായി. പ്രാർത്ഥിച്ച തൃക്കരങ്ങളിലേക്ക് സഭയെ സമർപ്പിക്കുകയാണ്. ഏഴയായ അടിയനെ ബലപ്പെടുത്തണം, ശക്തീകരിക്കണമേ, ദൈവജനത്തിന് അനുഗ്രഹമാക്കി തീർക്കണമേ. ദൈവഹിതമുള്ള ദൂതുകൾ മാത്രം നാവിലൂടെ വെളിപ്പെടുവാൻ ഇടയാക്കണം. എല്ലാ മഹത്വവും കർത്താവിന് അർപ്പിക്കുന്നു, യേശുവിൻ അൻപേറിയ നാമത്തിൽ തന്നെ ആമേൻ. കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടെ കർത്താവിനെ സ്തുതിച്ചാട്. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലെ ദൈവവചന ചിന്തയ്ക്ക് ആധാരമായി ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം, ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 36, 37, 38 തിരുവചന ഭാഗങ്ങൾ പ്രാരംഭമായിട്ട് ഒരാൾക്ക് വായിക്കാം. അതിനെ തുടർന്ന് ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 25, 26 തിരുവചന ഭാഗങ്ങളും ഒരാൾക്ക് വായിക്കാം. യെരൂശലേമിൽ ശീമോൻ എന്നു പേരുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. ആ മനുഷ്യൻ നീതിമാനും ഇസ്രായേലിന്റെ ആശ്വാസത്തിനായി കാത്തിരിക്കുന്നവനും ആയിരുന്നു. പരിശുദ്ധാത്മാവും അവൻ്റെ മേലുണ്ടായിരുന്നു. കർത്താവിൻ്റെ ക്രിസ്തുവിനെ കാണും മുൻപേ മരണം കാണുകയില്ല എന്ന് പരിശുദ്ധാത്മാവിനാൽ അവൻ അരുളപ്പാടുണ്ടായിരുന്നു. അവൻ ആത്മനിയോഗത്താൽ ദേവാലയത്തിൽ ചെന്ന് മതി. അതിൻ്റെ 2-ാം അധ്യായം 36, 37, 38 വാക്യങ്ങൾ. ആശേർ ഗോത്രത്തിൽ ഫനുവേലിൻ്റെ മകളായ ഹന്ന എന്നൊരു പ്രവാചിക ഉണ്ടായിരുന്നു. അവൾ കന്യാകാലത്തിൽ പിന്നെ ഭർത്താവിനോടുകൂടെ 7 സംവത്സരം കഴിച്ച് 84 സംവത്സരം വിധവയും വളരെ വയസ്സ് ചെന്നവളുമായി ദേവാലയം വിട്ടുപിരിയാതെ. എല്ലാവരും കൂടി ചേർന്ന് പറഞ്ഞ് ദേവാലയം വിട്ടുപിരിയാതെ എന്ന് പറഞ്ഞ് ശബ്ദത്തിലെന്ന് പറഞ്ഞാട്ടെ. ദേവാലയം വിട്ടുപിരിയാതെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ രാവും പകലും ആരാധന ചെയ്തു. ഒരിക്കൽ കൂടെ ആ വചനം ഒന്ന് പറഞ്ഞ്. ദേവാലയം വിട്ടുപിരിയാതെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ രാവും പകലും. ആ കരമൊന്ന് ഉയർത്തി പറഞ്ഞ് രാവും പകലും ആരാധന ചെയ്തു പോന്നു. അടുത്തത്, ആ നാഴികയിൽ അവളും അടുത്തു നിന്ന് ദൈവത്തെ സ്തുതിച്ചു. യെരൂശലേമിന്റെ വീണ്ടെടുപ്പുകാരനെ കാത്തിരുന്ന എല്ലാവരോടും അവനെക്കുറിച്ച് പ്രസ്താവിച്ചു. ആമേ, കാത്തിരുന്ന എല്ലാവരോടും അവനെക്കുറിച്ച് എന്ത് ചെയ്തു? പ്രസ്താവിച്ചു. ആമേ, കരങ്ങൾ ഉയർത്തി ഒന്ന് കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. അങ്ങനെ അല്പം കൂടി ഗെയിൻ കിട്ടുമെങ്കിൽ പ്ലീസ് ഒന്ന് വെച്ചാട്ടെ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. വളരെ അനുഗ്രഹിക്കപ്പെട്ട വളരെ സുപരിചിതമായ ഒരു തിരുവചന ഭാഗമാണ് നമ്മളിവിടെ വായിച്ച് കേൾക്കുവാനിടയായി തീർന്നത്. പുതിയ നിയമത്തിലെ എഴുത്തുകാർ കൂടുതലും യഹൂദന്മാരായിട്ടുള്ളവരാണ് സുവിശേഷങ്ങൾ എഴുതിയത്. എന്നാൽ വിജാതീയനായിട്ടുള്ളൊരു എഴുത്തുകാരനാണ് ലൂക്കോസ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. യഹൂദ പശ്ചാത്തലത്തിൽ നിന്ന് വന്ന മറ്റ് സുവിശേഷകർ വിട്ടുകളഞ്ഞ 4 പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ ലൂക്കോസ് സുവിശേഷകൻ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവരാരൊക്കെയാണെന്ന് നമുക്കറിയാം. ഒന്ന് സക്കറിയാവ് എലിസബത്ത് ദമ്പതികൾ. മറ്റൊരാൾ ഹന്ന പ്രവാചകി, മറ്റൊരു വ്യക്തി ശിമയോൻ എന്ന് പറയുന്ന പ്രവാചകൻ. ഒരിക്കൽ കൂടി ഞാൻ പറയാം. 3 സുവിശേഷകർ വിട്ടുകളഞ്ഞ, ഒമിറ്റ് ചെയ്ത് കളഞ്ഞ, അല്ലെങ്കിൽ അവരെടുത്ത് പ്രസ്താവിക്കാതിരുന്ന പ്രധാനപ്പെട്ട 4 കഥാപാത്രങ്ങളെ ലൂക്കോസ് സുവിശേഷകൻ വളരെ വ്യക്തമായിട്ട് അതിൻ്റെ ആദ്യ അധ്യായങ്ങളിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1 ഹന്ന പ്രവാചകി, 2 ശിമയോൻ എന്ന് പറയുന്ന പ്രവാചകൻ, അടുത്തത് സക്കറിയാവ് എലിസബത്ത് ദമ്പതികൾ. ഒരു ഹല്ലേലൂയ പറയാമോ? സ്തോത്രം. ഒരു സുവിശേഷങ്ങളിലും രേഖപ്പെടുത്താതെ എന്നാൽ ഏറ്റവും അധികം പ്രാധാന്യമുള്ള ദേവാലയം വിട്ടുപിരിയാതെ പ്രാർത്ഥിച്ച് പ്രാർത്ഥനയിൽ ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി വന്ന ഇരുണ്ട കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം വെളിപ്പെടുത്തുവാൻ അതിശക്തമായി ദൈവം കരങ്ങളിൽ ഉപയോഗിച്ച ഈ 4 ക്യാരക്ടേഴ്സിനെ, ഈ 4 വ്യക്തികളെ മറ്റുള്ളവർ ബോധപൂർവമോ എങ്ങനെയും നമുക്കറിഞ്ഞുകൂടാ. അവരെ ഒമിറ്റ് ചെയ്ത് കളഞ്ഞപ്പോൾ, അവരെ വിട്ടുകളഞ്ഞപ്പോൾ സർവശക്തനായ ദൈവം വിജാതീയനായ ഒരു
ഒരു സുവിശേഷകനെ കൊണ്ട് ആ 4 പേരെ ആദ്യത്തെ 2 അധ്യായങ്ങളിൽ കുറിച്ച് വെപ്പിക്കുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി. അങ്ങനെയെങ്കിൽ പ്രാരംഭമായിട്ടൊരു ദൂത് പറഞ്ഞ് ഈ 4-ാം ദിവസത്തെ രാത്രിയിലെ തിരുവചന ശുശ്രൂഷ ആരംഭിക്കുകയാണ്. ആത്മാവിൽ ഈ ദൂത് ഏറ്റെടുക്കണം. ആരെല്ലാം നമ്മളെ തള്ളിക്കളഞ്ഞാലും, നമ്മുടെ സ്നേഹിതർ, നമ്മുടെ വേണ്ടപ്പെട്ടവർ, കൈത്താങ്ങുമെന്ന് പറഞ്ഞ പലരും നമ്മളെ വൊമിറ്റ് ചെയ്താലും, നമ്മളെ തള്ളിക്കളഞ്ഞാലും, സ്വർഗത്തിലെ ദൈവം നമ്മളെ ഒരിക്കലും തള്ളിക്കളയുന്ന ദൈവമല്ല. എത്ര ദൈവമക്കൾക്ക് വിശ്വാസമുണ്ട്? അവരാ കരങ്ങളൊന്ന് ഉയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. ഈ 4 പേരുടെയും പ്രത്യേകത നമുക്കറിയാം. സ്തോത്രം. ലൂക്കോസ് 1:13 നമ്മൾ വായിക്കുന്നു, സക്കറിയാവെ ഭയപ്പെടേണ്ട, നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി ദൈവം നിനക്കൊരു തലമുറയെ നൽകി തരാൻ വേണ്ടി പോവുകയാണ്. സക്കറിയാവ് എലിസബത്ത് ദമ്പതിയുടെ പ്രത്യേകത, അവരിരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കർത്താവിൻ്റെ സകല കൽപ്പനകളും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായി നടക്കുന്ന വിശുദ്ധന്മാരായിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ശക്തമായി പ്രാർത്ഥന അനുഭവമുള്ള 2 പേർ. അതുപോലെ ഹന്ന പ്രവാചകി ആലയം വിട്ടുപിരിയാതെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ ദൈവസന്നിധിയിൽ പോരാടിയ അനുഗ്രഹിക്കപ്പെട്ടൊരു മാതാവ്. ശിമിയോൻ എന്ന് പറയുന്ന പ്രവാചകൻ ആത്മനിയോഗത്തോടെ ദേവാലയത്തിൽ തന്നെ യേശു കുഞ്ഞിനെ കരങ്ങളിലെടുത്ത് ദൈവത്തിന് മഹത്വം അർപ്പിച്ച പ്രവാചകൻ. ഈ 4 പേരെയും മറ്റുള്ളവർ വിട്ടുകളഞ്ഞപ്പോൾ തമ്പുരാൻ പറഞ്ഞു, പ്രാർത്ഥിക്കുന്നവരെ ഞാൻ ഉപേക്ഷിക്കത്തില്ല. ആത്മാവി സ്തോത്രം പറഞ്ഞാട്ടെ. ഓ ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നവരെ പലരും മറന്നു കളഞ്ഞെന്ന് വരാം. ഇന്ന് രാത്രി ദൈവാത്മാവ് ഒരു ദൂതൻ്റെ പ്രാർത്ഥനാ മുറിയിൽ നൽകിയത്, ആരെല്ലാം പ്രാർത്ഥിക്കുന്നവരെ മറന്നു കളഞ്ഞാലും പ്രാർത്ഥിക്കുന്നവർ, ആരാധിക്കുന്നവർ, ഉപവസിക്കുന്നവർ പുറത്തു വരിക തന്നെ ചെയ്യും. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. അവരെവിടെ ഒളിഞ്ഞിരുന്നാലും, അവരെവിടെ മറഞ്ഞിരുന്നാലും, ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം ദൈവത്തിൻ്റെ സമയത്ത് അവരെ പുറത്തു കൊണ്ടുവരുവാൻ എൻ്റെ സ്വർഗത്തിലെ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. വിശ്വസിക്കുന്നവർ ആ കരങ്ങളെ തട്ടി അഭിഷേകത്തോടെ ആത്മശക്തിയോടെ കർത്താവിന് മഹത്വം അർപ്പിച്ചാട്ടെ. ഇതിനകത്ത് പ്രാർത്ഥിക്കുന്ന ചിലരുണ്ട്, ആരാധിക്കുന്ന ചിലരുണ്ട്, വില കൊടുക്കുന്ന ചിലരുണ്ട്. ദൈവസന്നിധിയിൽ വില കൊടുത്ത് ഉപവസിക്കുന്ന ചില പ്രിയപ്പെട്ടവരുണ്ട്. ഇന്ന് രാത്രി ദൂത് നിങ്ങളോടുള്ള ദൈവത്തിന്റെ ആലോചനയാണ്. ആരെല്ലാം നിങ്ങളെ മറന്നു കളഞ്ഞാലും സ്വർഗത്തിലെ ദൈവം നിങ്ങളെ പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യും. 1906 അമേരിക്കയിലെ ടൊപ്പിയൊക്ക എന്ന് പറയുന്ന സ്ഥലത്ത് കറുത്തവർഗക്കാരനായ വില്യം സെയ്മൂർ എന്ന് പറയുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവഭക്തനൊരു ആഗ്രഹം, എനിക്കൊന്ന് ബൈബിൾ കോളേജിൽ പഠിക്കണം. സ്തോത്രം. അന്നത്തെ കാലത്ത് കറുത്തവർഗക്കാർക്ക് ബൈബിൾ കോളേജിൽ പഠിക്കാൻ അനുവാദമില്ല. അവർ ചെന്ന് പ്രിൻസിപ്പലിനോട് ചോദിച്ചു, എനിക്കൊന്ന് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. നിർബന്ധം കൊണ്ട്, താല്പര്യം കൊണ്ട് അദ്ദേഹം പറഞ്ഞു, അകത്തിരിക്കേണ്ട പുറത്ത് വാതിൽപ്പടിയിൽ സ്റ്റെയർ കേസിലിരുന്ന് പഠിച്ചോളാൻ പറഞ്ഞു. 3 വർഷം അങ്ങനെ ഇരുന്ന് ദൈവത്തിൻ്റെ വചനം പഠിച്ചു കഴിഞ്ഞിട്ട്, സ്തോത്രം, ഹല്ലേലൂയ, അസൂസ സ്ട്രീറ്റിലുള്ള ചെറിയൊരു വീട് വാടകയ്ക്കെടുത്ത് ഒരു തനിയെ ഇരുന്ന് വാതിലടച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഭക്ഷണമൊന്നും കഴിക്കാതെ സ്തോത്രം പറഞ്ഞ് പ്രാർത്ഥന. രാവിലെ തൊട്ട് രാത്രി വരെ പ്രാർത്ഥന, രാത്രി മുതൽ രാവിലെ വരെ പ്രാർത്ഥന നീണ്ടുപോയി. 14 ദിവസമായപ്പോൾ പട്ടണം ചലിക്കാൻ തുടങ്ങി. സ്തോത്രം. ഒരു കാര്യം ദൈവമക്കളോട് ഞാൻ പറയാം, ഈ പ്രയർ സെൻ്ററിൽ നടക്കുന്ന ഉപവാസ പ്രാർത്ഥന, ഇവിടെ ഉയരുന്ന സ്തോത്രത്തിൻ്റെ ധ്വനികൾ, ഇവിടെ ഉയരുന്ന അന്യഭാഷ, ഇത് വൃഥാവല്ല. ഇത് ഒരു ശബ്ദമുഖരിതമായ അന്തരീക്ഷം മാത്രമല്ല, ഇതിനകത്ത് ചലിച്ചിറങ്ങുന്ന ആത്മാവിൻ്റെ ശക്തിയുണ്ട്. വരുന്ന ദിവസങ്ങളിൽ പട്ടണങ്ങളെ പിടിച്ചെടുക്കത്തക്ക നിലവാരത്തിൽ അഭിഷിക്തരായ ചിലരെ ഈ പ്രാർത്ഥന മുഖാന്തരം ദൈവത്തിൻ്റെ ആത്മാവ് എഴുന്നേൽപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. ഈ പ്രാർത്ഥന വൃഥാവല്ല. അതിശക്തമായ ചില ദൈവ പ്രവർത്തികൾക്ക് കളമൊരുക്കുവാൻ സ്വർഗത്തിലെ ദൈവം തമ്പുരാൻ ആഗ്രഹിക്കുന്നെന്ന് ഇന്ന് രാത്രി വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുക. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അസൂസ സ്ട്രീറ്റിലേക്ക് കാല് ചവിട്ടുമ്പോൾ അത്ഭുതങ്ങൾ നടക്കുകയാണ്, രോഗികൾ സൗഖ്യമാകുകയാണ്. സ്തോത്രം. അംഗഹീനർക്ക് അവയവങ്ങൾ വളർന്നു വരികയാണ്. സ്തോത്രം. അസൂസ സ്ട്രീറ്റ് റിവൈവൽ എന്ന് പറയുന്ന അനേക പുസ്തകങ്ങളുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഞാൻ ചില പുസ്തകങ്ങൾ വായിച്ചപ്പോൾ മാനുഷികമായ ബുദ്ധികൾക്ക് വിശ്വസിക്കുവാൻ കഴിയാത്ത നിലവാരത്തിലുള്ള അത്ഭുതങ്ങൾ ആ പട്ടണത്തിൽ നടക്കുവാനിടയായി. സ്തോത്രം. അവർ ചിന്തിച്ചു, എവിടുന്നാണ് ഈ അത്ഭുതം വരുന്നത്?
എല്ലാവരും ചിന്തിച്ച് നോക്കിയപ്പോൾ ഒരു വീട്ടിൽ നിന്ന് സ്തോത്രം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അവർ ചെന്ന് വാതുക്കൽ മുട്ടി. അവിടെ വില്യം സൈമൂർ എന്ന് പറയുന്ന ഒരു ദൈവഭക്തൻ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ പ്രാർത്ഥനാ കൂട്ടം വളരുവാനിടയായി. ആ പ്രാർത്ഥനാ കൂട്ടത്തിൻ്റെ ഒരു ഭാഗമാണ് തിരുവല്ലയിലുള്ള ഈ ദൈവസഭ. ഒരു കാര്യം ദൈവമക്കളോട് പറയാം, ഒരു തീ ഒരിടത്ത് കത്തിയാൽ, എത്ര ദൈവമക്കൾ ഇത് ഏറ്റെടുക്കുന്നെന്ന് എനിക്കറിഞ്ഞുകൂടാ, കത്തിപ്പടരാൻ തുടങ്ങിയാൽ യേശുവിൻ്റെ നാമത്തിൽ പെന്തിക്കോസിൻ്റെ അഗ്നി, അഭിഷേകത്തിൻ്റെ അഗ്നി ആർക്കും കെടുത്തിക്കളയുവാനായിട്ട് കഴിയത്തില്ല. ഒരു പൈശാചിക ശക്തികൾക്കോ സ്തോത്രം മറ്റ് ഇതര ശക്തികൾക്കോ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൻ്റെ ശക്തിയെ കെടുത്തിക്കളയുവാൻ കഴിയത്തില്ല. ഇന്ന് മുഖവര പറഞ്ഞ കർത്താവിൻ്റെ ബഹുമാന്യദാസൻ പറയുവാനിടയായി. നമ്മളായിരിക്കുന്ന സാഹചര്യം പ്രതികൂലങ്ങൾ നിറഞ്ഞൊരു സാഹചര്യമാണ്, നമുക്കറിയാം. പക്ഷെ ഒരു കാര്യം പാസ്റ്റർ ഞാൻ വിശ്വാസത്തോടെ പറയാം, എവിടെ പ്രതികൂലമുണ്ടോ അവിടെ സഭ തളരുകയല്ല, സഭ വളരാൻ വേണ്ടി തുടങ്ങുകയാണ്. തെർത്തുല്യൻ എന്ന് പറയുന്ന സഭാപിതാവ് പറഞ്ഞു, രക്തസാക്ഷികളുടെ രക്തം സഭയുടെ വിത്താണ്. ആദിമ നൂറ്റാണ്ടിൽ സഭ വളരാൻ കാരണം അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടായതുകൊണ്ടല്ല, പ്രതികൂല സാഹചര്യങ്ങൾ മടുവിലാണ് ദൈവസഭ വളർന്നത്. സ്തോത്രം. ചൈനയിൽ സഭ വളരുന്നു. എന്തുകൊണ്ടാണ്? പ്രതികൂലങ്ങളിലൂടെ അവിടെ കടന്നു പോകുന്നത്. എവിടെ പ്രതികൂലമുണ്ടോ അവിടെ ദൈവസഭ വളരും. ആമേൻ. എവിടെ തീച്ചൂളയുണ്ടോ അവിടെ ദൈവജനം ആത്മാവിന്റെ ശക്തിയിൽ കത്തിപ്പടരും. ഇന്ന് രാത്രി പ്രതികൂലങ്ങളുടെ മടുവിൽ കടന്നു വന്ന ദൈവമക്കളെ, നമ്മുടെ മേലുള്ള ആത്മശക്തി കുറയുകയല്ല, ആത്മാവിൽ നമ്മൾ കത്തിപ്പടരുകയാണ്. ഇന്ന് രാത്രി ഞാൻ ഈ ആവേശത്തോടെ ഇത് പ്രസംഗിപ്പാൻ കാരണം 1994 എൻ്റെ പപ്പ ഹാർട്ട് അറ്റാക്ക് ആയിട്ട് മരിച്ചു. 1996 എൻ്റെ മമ്മി ക്യാൻസറായിട്ട് മരിച്ചു. ഞാൻ മാതാപിതാക്കൾക്ക് ഏകമകനായിരുന്നു. 16 വർഷത്തിന് ശേഷം ദൈവത്തിന് സ്തോത്രം, എന്നാൽ രണ്ടുപേരും മരിച്ചു. വീട്ടിലേകനായി. വീടും വസ്തുവൊക്കെ ഡിസ്പോസ് ചെയ്യേണ്ടി വന്നു. കടം വന്നു. ഒന്നുമില്ലായ്മയുടെ നടുവിൽ നിരാശകളും ഭാരങ്ങളും മനസ്സിനകത്ത് കടന്നു വന്നു. 7 മാസം ഉറക്കമില്ലാതെ ജീവിതത്തിൽ ഭാരപ്പെട്ടു. സ്തോത്രം. ജീവിതം പോലും വേണ്ടത് ചിന്തിച്ചതിൻ്റെ നടുവിൽ സുവിശേഷമാണ് എന്നെ വിടുവിച്ചത്. സ്തോത്രം. ഒരു കാര്യം ഞാൻ വിശ്വാസത്തോടെ പറയാം, എവിടെ പ്രതികൂലമുണ്ടോ, എവിടെ തീച്ചൂളയുണ്ടോ, എവിടെ വെല്ലുവിളിയുണ്ടോ, എവിടെ പ്രതിസന്ധിയുണ്ടോ അവിടെ ദൈവജനം തളരുകയല്ല, അവർ ആത്മാവിൽ ബലപ്പെടുകയാണ്. ഇന്ന് രാത്രി വചനം കേൾക്കുന്ന ചിലരോട് പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. ഓ ഹല്ലേലൂയ. ഈ 4-ാം രാത്രിക്കൊരു പ്രത്യേകതയുണ്ട്. സ്തോത്രം. മരിച്ചെന്ന് പറഞ്ഞ ലാസർ, നാറ്റം വെച്ചെന്ന് ബന്ധുക്കൾ പറഞ്ഞ ലാസർ പുറത്തു വന്നതുപോലെ ചിലരെ പുറത്തു കൊണ്ടുവരുവാൻ ഇന്ന് രാത്രി ചിലരെ ദൈവകൃപയിലേക്ക് മടക്കി കൊണ്ടുവരുവാൻ, ചിലരെ ദൈവശക്തിയിലേക്ക് മടക്കി കൊണ്ടുവരുവാൻ, നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത മണ്ഡലത്തിൽ ദൈവശക്തിയുടെ വ്യാപാരം അതിശക്തമായി ചില മൺകൂടാരങ്ങളിൽ ഇന്ന് രാത്രി ദൈവാത്മാവ് കൈമാറാൻ വേണ്ടി ആഗ്രഹിക്കുക. ഹല്ലേലൂയ. പുറത്തു വരും. സ്തോത്രം. ആരും ഓർത്തില്ലെങ്കിലും പ്രാർത്ഥിക്കുന്നവരെ ഓർക്കുന്ന വലിയവനായൊരു സ്വർഗത്തിലെ ദൈവമുണ്ട്. ദാവീദ് ഹെബ്രോനിൽ രാജാവായ ശേഷം താൻ ഇസ്രായേലിന് മുഴുവൻ രാജാവായ ശേഷം താൻ ചെയ്യുന്നൊരു കാര്യമുണ്ട്. ലോദേബാരിൽ സ്തോത്രം. ഹല്ലേലൂയ. ഒറ്റപ്പെട്ട് പൊടി പിടിച്ച് അഴുക്ക് പിടിച്ച് കിടന്ന ഒരു സ്ഥലത്ത് സ്തോത്രം തള്ളപ്പെട്ടിരുന്നൊരു വ്യക്തി ഉണ്ടായിരുന്നു, മെഫീബോശത്ത്. നമുക്ക് നല്ലവണ്ണം അറിയാം. ദാവീദിൻ്റെ ഏറ്റവും അടുത്ത സ്നേഹിതനായിരുന്ന യോനാഥാൻ്റെ മകനാണ്. സ്തോത്രം. സ്നേഹിതരുള്ളവർക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഞാൻ പറയുന്ന സ്നേഹബന്ധം ഹായ് ബൈ പറയുന്ന സ്നേഹമല്ല, ഹൃദയത്തിൽ നിന്ന് സ്നേഹമുള്ളവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു പ്രാർത്ഥനാ വിഷയം പറയുമ്പോൾ എൻ്റെ ദൈവമേ, എൻ്റെ കൂട്ട് സഹോദരന്, എൻ്റെ കൂട്ട് സഹോദരിക്ക്, എൻ്റെ കൂട്ട് സഹോദരൻ്റെ തലമുറയ്ക്ക് ഇത് വന്നെന്നു എന്ന് കരുതി പൊതുവിൽ കാണിക്കാനല്ല, രഹസ്യമായി പ്രാർത്ഥനാ മുറിയിൽ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കാൻ കൃപയുള്ളവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെ പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ ഒരു കാര്യം ഞാൻ വിളിച്ചു പറയാം, നമ്മുടെ വിഷയം വരുമ്പോൾ, നമ്മുടെ തലമുറയുടെ വിഷയം വരുമ്പോൾ ദൈവം നമ്പുരാൻ കൈവിടുവാൻ കൈവിടത്തില്ല. കരം പിടിച്ചു മടത്തുവാൻ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. ഓ ഹല്ലേലൂയ. ദാവീദും യോനാഥാനുമായിട്ടുള്ള ബന്ധം ആഴമായ ഒരു ബന്ധമാണ്. യോനാഥാൻ ഒരു കാര്യം അറിയാം, എൻ്റെ അപ്പൻ്റെ മേൽ വ്യാപരിക്കുന്നത് ദുരാത്മാവാണ്.
സ്തോത്രം. എൻ്റെ അപ്പൻ ഒരിക്കലും അധിക നാൾ രാജാവായിട്ടിരിക്കത്തില്ല. ആമേൻ. ദൈവത്തിൻ്റെ വിളിയുള്ള ദാവീദ്, അഭിഷേകമുള്ള ദാവീദ്, സ്തോത്രം, ഇന്ന് വനാന്തരത്തിലാണെങ്കിലും നാളുകളിൽ അവനെ രാജാവായിട്ട് സ്വർഗം അഭിഷേകം ചെയ്തിട്ടുണ്ട്. ഈ ബോധ്യം മകന് മനസ്സിലായതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം, പല സ്ഥലങ്ങളിൽ അപകടകരമായ സാഹചര്യങ്ങളിൽ നിന്ന് ദാവീദിനെ യോനാഥാൻ രക്ഷിക്കുന്നുണ്ട്. താൻ രാജാവായ ശേഷം താൻ ആദ്യം ചെയ്യുന്നൊരു കാര്യമുണ്ട്. ആമേൻ, സ്തോത്രം. യോനാഥാൻ നിമിത്തം ശൗൽ ഗൃഹത്തോട് ദയ കാണിക്കേണ്ടതിന് ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് പറയുന്നു, ആമേൻ, ഒരുവനുണ്ട്, അവൻ ലോഥേബാനിൽ, സ്തോത്രം, അമ്മിയേലിൻ്റെ മകനായ മാഖീറിൻ്റെ വീട്ടിൽ ലോഥേബാനിൽ താമസിക്കുകയാണ്. സ്തോത്രം. ദാവീദ് ചെയ്യുന്നൊരു കാര്യമുണ്ട്. രഥം അയച്ച് അവനെ അവിടെ നിന്ന് പുറപ്പെടുവിച്ച് കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നു. എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ദൈവാത്മ ഇടപെട്ടൊരു ചിന്ത ഞാൻ വിളിച്ചു പറയാം. പൊടി പിടച്ച് കിടന്ന ബാരൻ പ്ലേസായ കുറ്റവാളികളെ നാടുകടത്തുന്ന ലോഥേബാനിൽ കുടുങ്ങിക്കിടന്ന മെഫീബോശത്തിനെ ദാവീദ് കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നതുപോലെ ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ സംബന്ധിക്കുന്ന ചിലരെ, എന്നെ ആരും കാണണ്ട, എനിക്കാരെയും കാണണ്ടെന്ന് പറഞ്ഞ് മുഖം മൂടി ഷെയ്മായിട്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് ദൂത് വിളിച്ച് പറയാണ്, നീ സാമാനങ്ങൾക്കിടയിൽ മറഞ്ഞിരുന്നാലും ശൗലേ, നിന്റെ മേൽ അഭിഷേകമുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ കോളിംഗ് നിന്റെ മേലുണ്ടെങ്കിൽ, സ്വർഗ്ഗത്തിലെ ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യും. ഓ ഹല്ലേലൂയ. ആരോടോ ശക്തമായി ഇന്ന് രാത്രി ദൈവാത്മാവ് ഇടപെടുകയാണ്. വാഗ്ദത്തമുള്ള ചിലതിനകത്തിരിപ്പുണ്ട്, ദൈവത്തിൻ്റെ വിളിയുള്ള ചിലതിനകത്തിരിപ്പുണ്ട്. ആമേൻ. ദൈവത്തിന് വേണ്ടി ശോഭിക്കേണ്ട ചിലതിനകത്തിരിപ്പുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. പുറകിലിരിക്കുവാനല്ല, തല കുനിഞ്ഞിരിക്കുവാനല്ല. സ്തോത്രം. ഇത് മതി യഹോവേ എന്ന് പറഞ്ഞ് ചൂരച്ചെടിയുടെ തണലിൽ കിടക്കുവാനല്ല. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ദൂത് വിളിച്ചു പറയുക, നീ എഴുന്നേറ്റ് അരമുറുക്കുക, നിനക്ക് ദൂരയാത്ര ചെയ്യുവാനുണ്ട്. ഈ 4-ാം രാത്രി നിന്റെ വിടുവലിന്റെ രാത്രിയാണ്. നിന്റെ കുടുംബത്തിൽ ആഴമായ ദൈവപ്രവൃത്തി വെളിപ്പെട്ടു വരുന്ന ശക്തമായിട്ട് കരങ്ങൾ അടിച്ച് അഭിഷേകത്തോടെ സ്തോത്രം ചെയ്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ചിലരെ പരിശുദ്ധാത്മ പുറത്തെടുക്കുക. ഇന്ന് രാത്രി ചിലരെ പുറത്തെടുക്കുക. ഇന്ന് രാത്രി അഭിഷേകം ചിലരെ പുറത്തെടുക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നവർ പുറത്തു വരും. കരമുയർത്തി പറഞ്ഞ്, പ്രാർത്ഥിക്കുന്നവർ, ആരാധിക്കുന്നവർ, ഉപവസിക്കുന്നവർ പുറത്തു വരിക തന്നെ ചെയ്യും. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ഉദ്ദേശിച്ച ദൂത് ഇത്രയേ ഉള്ളൂ. ഇന്നൊരു പക്ഷേ വീണ്ടും വിധം കർത്താവിനെ ആരാധിപ്പാൻ കഴിയുന്നില്ല. സ്തോത്രം. വീണ്ടും വിധം ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയുന്നില്ല. ഒരു സ്തോത്രം പറഞ്ഞ് നിൽക്കുകയാണ്. ഇല്ല, അങ്ങനെയല്ല. നിങ്ങൾ തുള്ളിച്ചാടി നൃത്തം ചെയ്ത്, ബഹുമാനപ്പെട്ട രാജു പോക്കാല പാസ്റ്റർ നിർത്താൻ പറഞ്ഞാലും ഹല്ലേലൂയ, നിർത്താൻ പറ്റാത്ത നിലവാരത്തിൽ, ഒരു യാന്ത്രികമായിട്ടുള്ള ആരാധനയല്ല, ഉള്ളിൽ നിന്ന് ഓവർഫ്ലോ ചെയ്യുന്നത് പോലെ ആഴമായ ഒരു ആരാധനാ മണ്ഡലം പരിശുദ്ധാത്മാവ് തൻ്റെ ജനത്തിന് വേണ്ടി തുറക്കാൻ വേണ്ടി പോകുകയാണ്. വിശ്വസിക്കുന്ന അഭിഷേകത്തോടെ അക്കരങ്ങൾ അടിച്ച് ആത്മാവിൽ ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് എന്നോട് പറയുകയാണ്, വചനം പറയുക മാത്രമല്ല, അതിശക്തമായ ചില ദൈവിക ഡെലിവറൻസ് തൻ്റെ ജനത്തിന് മേൽ ഇന്ന് രാത്രി ദൈവാത്മാവ് കൈമാറാൻ വേണ്ടി ആഗ്രഹിക്കുക. ഹല്ലേലൂയ. ഹന്ന, നമുക്ക് ഹന്നയെ കുറിച്ചറിയാം. ഹന്നയുടെ പ്രായം നമുക്കറിയാം. ദൈവത്തിന് സ്തോത്രം. വേദപുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത് ആശേർ ഗോത്രത്തിൽ ഫനുവേലിൻ്റെ മകളായ ഹന്ന, അതാണ് ഒന്നാമത്തെ കഥാപാത്രം. ദൈവത്തിന് സ്തോത്രം. അവളെക്കുറിച്ച് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, ആലയം വിട്ടുപിരിയാതെ, ദേവാലയം വിട്ടുപിരിയാതെ, ഉപവാസത്തോട് പ്രാർത്ഥനയോടെ രാവും പകലും ആരാധന ചെയ്തു പോന്നു. സ്തോത്രം. ദൈവമക്കളെ, ഈ ആരാധിക്കുക എന്ന് പറയുന്നത് വലിയ സന്തോഷകരമായിട്ടൊരു അനുഭവമാണ്. സ്തോത്രം. അനുഭവം ഉള്ളവർക്ക് മാത്രമേ കർത്താവിനെ ആരാധിക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. സ്തോത്രം. ടേസ്റ്റ് ആൻഡ് സീ ദാറ്റ് ദ യാഹ്വേ ഈസ് ഗുഡ്. യഹോവ നല്ലവനെന്ന് എങ്ങനെ അറിയണം? രുചിച്ചറിയണം. സ്തോത്രം. രുചിച്ചറിഞ്ഞവർക്ക് ആരാധിക്കുവാനായിട്ട് ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. സ്തോത്രം. എല്ലാവരോടും പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ ചിലർക്കത് വിരസതയായിട്ട് തോന്നും. ഒരിക്കലൊരു ദൈവദാസൻ പറഞ്ഞ ഒരു ഉദാഹരണം ഞാൻ ഓർക്കുകയാണ്. സ്തോത്രം. പണ്ട് കാലത്ത് നടന്നൊരു സംഭവമാണ്. സ്തോത്രം. വലിയൊരു സർക്കസ് കൂടാരത്തിൽ സർക്കസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ആയുർവേദ വൈദ്യനെ സർക്കസ് കാണാൻ വേണ്ടി കൊണ്ടുപോയി. അപ്പോൾ ഇദ്ദേഹം ഇരുന്നിങ്ങനെ സർക്കസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ നോക്കുമ്പോൾ കാണുന്നത് ഒരു ഭാഗത്തു നിന്ന് ഊഞ്ഞാലയിൽ അങ്ങോട്ടേക്ക് വേറെ ആൾ ഓടുന്നു. അപ്പോൾ ഇദ്ദേഹം ഇവിടെ ഇരുന്ന് കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്താണെന്നറിയാമോ, ഊഞ്ഞാലെന്നെങ്ങാനോ ഇയാൾ താഴെ വീണാൽ ഏത് തൈലം വിട്ട് തിരുമാൻ പറ്റുമെന്ന് പുള്ളി ചിന്തിച്ചുകൊണ്ടിരിക്കും. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അതിനേക്കാൾ വലിയ അഭ്യാസം കാണുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, മുപ്പൂട്ടിട്ടാലോ കുട്ടഞ്ചാക്ക് ചുക്കാതെ ഇട്ടാലോ ഇതിന് പരിഹാരം വരത്തില്ല. ചുരുക്കം പറഞ്ഞാൽ ഇരുന്ന സമയം മുഴുവൻ ഇദ്ദേഹത്തിന് ഇറിറ്റേഷനായിരുന്നു. എന്ത് ചികിത്സയാണ് ഇവർക്ക് ചെയ്യാൻ പറ്റുന്നത്? ഹലോ, ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ചിലർ സഭയെ വന്നാൽ അവർക്ക് ആരാധിക്കാനായിട്ട് തോന്നത്തില്ല. ഇവിടുത്തെ കുറിച്ചല്ല ഞാൻ ഈ പറയുന്നത്. അവർ മുക്കൂട്ടിനെ കുറിച്ചും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് ആയുർവേദ വൈദ്യനെ പോലെ ചിന്തിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഇരുന്നാൽ നമുക്ക് കർത്താവിനെ ആരാധിക്കാൻ ഒക്കത്തില്ല. ദൈവമക്കളോട് ഒരു കാര്യം ഞാൻ വിളിച്ചു പറയാം, ആരാധന എന്ന് പറയുന്നത് ഒരു അനുഭവമായിട്ട് മാറണം. Praise the Lord, hallelujah. ആരാധിച്ചില്ലെങ്കിലും ഞാൻ എൻ്റെ കർത്താവിനെ ആരാധിക്കും. ആമേൻ. ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കും. ആരാധന ഒരു അഭിനയമല്ല, ആരാധന അനുഭാവമല്ല, ആരാധന ഒരു അനുഭവമായി മാറണം. അതാ കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഹന്നയോട് ചോദിച്ചാൽ പറയും, എത്ര നാളായി പ്രാർത്ഥിക്കുന്നു അല്ലേ? എത്ര നാളായി പ്രാർത്ഥിക്കുന്നു? സ്തോത്രം. 84 സംവത്സരം വിധവ, 7 വർഷം ഭർത്താവിനോട് കൂടെ. സ്തോത്രം. കന്യാകാലം കഴിഞ്ഞാണ് ഈ സംഭവങ്ങളൊക്കെ. കന്യാകാലം 15 വർഷമെന്ന് കൂട്ടാം. അപ്പോൾ 15 84 സ്തോത്രം 7 കൂടെ കൂട്ടിയാൽ ഈ അമ്മച്ചിക്ക് 106 വയസ്സ് പ്രായമുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ചർച്ചിൽ അത്രയും പ്രായമുള്ള ആരുമില്ല. സ്തോത്രം. നോക്കിക്കേ, 106 വയസ്സുള്ള അമ്മച്ചി പറയുകയാണ്, ഇപ്പോഴും കൈയടിക്കാൻ എനിക്ക് സന്തോഷമാണ്, ആരാധിക്കാൻ എനിക്ക് സന്തോഷമാണ്, ഈ ആലയത്തിൽ അങ്ങ് പോകാൻ തോന്നുന്നില്ല. സ്തോത്രം. ദൈവ സാന്നിധ്യം ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രിയ ദൈവമക്കളെ, പ്രാർത്ഥനയ്ക്ക് പ്രായം ഒരു തടസ്സമല്ല. നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ദൈവവേലയ്ക്ക് പ്രായം ഒരു തടസ്സമേ അല്ല. സ്തോത്രം. ചിലർ പറയും, എൻ്റെ മുട്ടിന് വേദനയാണ്, എൻ്റെ കാലിന് വേദന, എൻ്റെ നടുവിന് വേദനയാണ്, സ്തോത്രം, എനിക്ക് BP കൂടുതലാണ്, ഷുഗർ. ഇതൊക്കെ ശരിയാണ്. ഈ കാലഘട്ടത്തിൽ ഈ അസുഖമെല്ലാം നമുക്കുണ്ട്. പക്ഷെ ഒരു കാര്യം ഞാൻ വിശ്വാസത്തോടെ വിളിച്ചു പറയാം, ഈ രോഗമൊന്നും ദൈവത്തെ ആരാധിക്കാൻ നമുക്ക് തടസ്സമല്ല. 82ാമത്തെ വയസ്സിലാണ് 7500 അടി ഉയരമുള്ള സീനാ മലയിലേക്ക് കയറി വരുവാൻ യഹോവയായ ദൈവം പറഞ്ഞത്. കൂടെ കയറുവാൻ ആരുമില്ല. വയോധികനായ മനുഷ്യൻ ആരോഗ്യത്തോടെ പർവ്വതത്തിലേക്ക് കയറിപ്പോവുകയാണ്. ഇന്ന് രാത്രി ഉപവാസ പ്രാർത്ഥന സംബന്ധിക്കുന്ന ചിലരോട് പരിശുദ്ധാത്മാവ് ദൂത് വിളിച്ചു പറയാണ്, എത്ര ഉയരങ്ങളെയും കീഴടക്കുവാനുള്ള ആത്മശക്തിയാണ് തൻ്റെ ജനത്തിന് ദൈവം കൈമാറിയിരിക്കുന്നത്. പ്രായം ഒരു വിഷയമല്ല. ദൈവമക്കൾ ഏറ്റെടുത്തുകൊള്ളുക. ശരീരത്തിൽ ബലഹീനത ഒരു വിഷയമല്ല. സ്തോത്രം. മനസ്സിനെ ഭാരപ്പെടുത്തുന്ന വിഷയങ്ങൾ ഒരു വിഷയമല്ല. അഭിഷേകത്തിന്റെ ശക്തിയാൽ ഉയരങ്ങളെ കീഴടക്കുവാനുള്ള ദൈവശക്തി തന്റെ ജനത്തിന് മേലും രാത്രി ദൈവം കൈമാറുകയാണ്. ഹല്ലേലൂയ. Glory to God. 85ാം വയസ്സിൽ ഹല്ലേലൂയ കാലേബ് പറയുകയാണ്, പണ്ടെന്നോട് പറഞ്ഞ ചില വാഗ്ദത്തങ്ങളുണ്ട്. ആ കിര്യത്തർബായുണ്ടല്ലോ, അതിന് എനിക്ക് തരിക. അനാക്യമല്ലന്മാരുള്ള പർവ്വതത്തെ ഞാൻ കീഴടക്കാൻ വേണ്ടി പോകുകയാണ്. വയസ്സ് 85. പ്രായം ഒരു തടസ്സമല്ല. കരമുയർത്തി ഒന്ന് പറഞ്ഞേ, സോദര, പ്രായം ഒരു തടസ്സമല്ല. എനിക്ക് പ്രായം കൂടിപ്പോയെന്ന് ആരും അധരം തുറന്നു പറയരുത്. സ്തോത്രം. നിന്റെ യൗവനം കഴുകനെ പോലെ പുതുകി വരത്തക്കവണ്ണം എൻ്റെ വായ്ക്ക് അവൻ നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു. ആരെയോ ചൂണ്ടി ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ദൂത് വിളിച്ചു പറയുക, ആരാധനയ്ക്ക് പ്രായം ഒരു തടസ്സമല്ല, ഉപവാസത്തിന് പ്രായം ഒരു തടസ്സമല്ല. അകത്തളങ്ങളിൽ ആത്മാവിന്റെ ശക്തി ഉള്ളവൻ ഉപവസിക്കും, പ്രാർത്ഥിക്കും, അവൻ കർത്താവിനെ ആരാധിക്കും. ഓ ശാഖാ ബറാബാ ശിഖാലാബാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. 600ാമത്തെ വയസ്സിലാണ് ഗോപ്പേർ മരം കൊണ്ട് പെട്ടകമുണ്ടാക്കുവാൻ നോഹയോട് സ്വർഗത്തിലെ ദൈവം പറഞ്ഞത്. കർത്താവേ, എനിക്ക് പ്രായമായല്ലോ, എങ്ങനെ എവിടുന്ന് ഞാനിത് പ്രവർത്തിക്കുമെന്ന് നോഹ ചോദിച്ചില്ല. നോഹയ്ക്കൊരു കാര്യം ഉറപ്പുണ്ട്, എന്നോട് പറഞ്ഞവൻ വിശ്വസ്തനായ ദൈവം. 99ാം വയസ്സിൽ അബ്രഹാമിന് വേണ്ടി ദൈവം തമ്പുരാൻ അത്ഭുതം പ്രവർത്തിച്ചെങ്കിൽ ആരെയോ ചൂണ്ടി പരിശുദ്ധാത്മാവ് ദൂത് വിളിച്ചു പറയുകയാണ്, ചില ആത്മീയ സന്തതികളെ ജനിപ്പിക്കുവാൻ. ഓ ഹല്ലേലൂയ. ചില ആത്മീയ സന്തതികളെ ജനിപ്പിക്കുവാൻ ചില അഭിഷിക്തന്മാരെ ചില മാതാപിതാക്കളെ ഈ ഉപവാസത്തിലൂടെ പുറത്തെടുക്കുവാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ജീവിതം ചെറുതാണ്, നമ്മുടെ ജീവിതം താൽക്കാലികമാണ്. ഈ കൊച്ചു ജീവിതത്തിനകത്ത് ചിലരെ ദൈവകൃപയിലേക്ക് പൊക്കിക്കൊണ്ടുവരുവാനുള്ള അഭിഷേകം ചിലരുടെ മേൽ കർത്താവ് പകരുകയാണ്. കരങ്ങൾ ഉയർത്തി അഭിഷേകത്തോടെ കർത്താവിന് നല്ലൊരു സ്തോത്രം പറഞ്ഞാട്ടെ. പ്രായം ആരാധനയ്ക്ക് തടസ്സമല്ല. പ്രായം ദൈവവേലയ്ക്കൊരു തടസ്സമല്ല. ഇനി
ഈ ഹന്നയെ കാണുന്നവർ പറയുന്നൊരു കാര്യമുണ്ട്, നീ ഇത്രയും നാളും പ്രാർത്ഥിച്ചിട്ട് നിനക്ക് എന്തോ കിട്ടി? നിനക്ക് ഭർത്താവുണ്ടോ? ഭർത്താവില്ല. മക്കളുണ്ടോ? മക്കളില്ല. ആകപ്പാടെയുള്ള സമ്പത്ത് എന്താണ്? ദൈവമാണ് ആകപ്പാടെയുള്ള സമ്പത്ത്. സ്തോത്രം. അന്നത്തെ കാലത്ത് തോറായുണ്ട്, പഴയ നിയമമുണ്ട്. എല്ലാവരുടെയും കയ്യിൽ ആ പഴയ നിയമം കാണത്തില്ല. ഹന്നയുടെ കയ്യിലുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഞാൻ ചിന്തിക്കുന്നത്, ഈ തോൽ പുസ്തകം അവളുടെ കയ്യിൽ കാണും. ആരെങ്കിലും ചോദിച്ചാൽ പറയും, എൻ്റെ സമ്പത്ത് ഇത് മാത്രമേ ഉള്ളൂ. മറ്റുള്ളവർ നോക്കുമ്പോൾ ജീവിതം ഒരു പരാജയമാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. സ്തോത്രം. നമ്മുടെ ഈ കാലഘട്ടത്തിൽ നല്ല ഒരു അനുഗ്രഹം എന്നൊക്കെ നമ്മൾ പറയണമെങ്കിൽ, സ്തോത്രം, ഞാൻ കഴിഞ്ഞ ദിവസം ദുബായിലോട്ട് കടന്നു പോയപ്പോഴോ വിദേശത്തൊക്കെ പോകുമ്പോഴാണ് ഈ കാര്യങ്ങൾ അറിയുന്നത്. സ്തോത്രം. നല്ലൊരു വാഹനവും സ്തോത്രം നല്ലൊരു സൗകര്യമൊക്കെ ഉണ്ടെങ്കിൽ മറ്റുള്ളവരൊക്കെ പറയും ഇദ്ദേഹം അനുഗ്രഹിക്കപ്പെട്ടൊരു വ്യക്തിയാണ്. എന്നാൽ ഹന്നയെ നോക്കിയാൽ പറയും, സ്തോത്രം, ജീവിതം മുഴുവൻ പരാജയം, മക്കളില്ല, ഭർത്താവില്ല, എന്നും പ്രാർത്ഥനയും ഉപവാസവും, എന്നും പ്രാർത്ഥനയും ഉപവാസം. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. സ്തോത്രം. ഇനി ഹന്നയുടെ ഹൃദയത്തിലേക്ക് നോക്കിക്കേ, ഹന്നയുടെ അകത്ത മനുഷ്യനെന്ന് നോക്കിക്കേ. സ്തോത്രം. മറ്റുള്ളവരുടെ മനുഷ്യരെ പോലെയല്ല, അവളുടെ അകത്ത മനുഷ്യൻ ശക്തിപ്പെട്ടിരിക്കുകയാണ്. സ്തോത്രം. മറ്റുള്ളവർ പരാജയമെന്ന് പറയുമ്പോൾ ഹന്ന പറയും, എൻ്റെ ആത്മമണ്ഡലം ഏറ്റവും ശക്തമാണ്. സ്തോത്രം. ഉപവാസ പ്രാർത്ഥനയിൽ ഭൗതികതയ്ക്ക് വേണ്ടിയല്ല ഞാൻ ഈ ദൂത് പറയുന്നത്. പുറമേ എന്തെല്ലാം സംഭവിച്ചാലും അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടണമെന്ന് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുകയാണ്. കരങ്ങളെ തട്ടി അഭിഷേകത്തോടെ ആത്മശക്തിയോടെ ഒന്ന് കർത്താവിനെ സ്തുതിച്ചോ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ ആത്മാവിനെ നിർബന്ധിക്കുന്നത് കൊണ്ട് ഇന്ന് രാത്രി ചിലരോട് ദൂത് കൈമാറുകയാണ്. ബഹുമാനപ്പെട്ട ദൈവദാസന്മാരെ, സ്തോത്രം, സഹോദരി സഹോദരന്മാരെ, മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ, പുറമേ എന്ത് സംഭവിക്കട്ടെ, ഇത് നമ്മളെ ബാധിക്കുന്ന വിഷയമേ അല്ല. അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടട്ടെ. ദൈവവുമായിട്ടുള്ള ബന്ധം ദൃഢമായിരിക്കട്ടെ. ഹന്ന പറയുകയാണ്, എനിക്കെൻ്റെ കർത്താവുമായിട്ടുള്ള ബന്ധം ഏറ്റവും ദൃഢമാണ്. ദൈവത്തിന് സ്തോത്രം. എനിക്ക് പ്രായമായി, മറ്റുള്ളവർക്ക് എന്നെ പരിഹസിച്ചെന്ന് വരാം, പക്ഷേ എൻ്റെ കർത്താവുമായിട്ടുള്ള ബന്ധം അത് ഏറ്റവും വലുതാണ്. നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. സ്തോത്രം. ഈ ഹന്ന വന്ന ഗോത്രം എന്ന് പറയുന്നത് അനുഗ്രഹിക്കപ്പെട്ടൊരു ഗോത്രമാണ്. ഏത് ഗോത്രമാണെന്നറിയാമോ? ആശേർ ഗോത്രം. സ്തോത്രം. ഏറ്റവും കൂടുതൽ പ്രവചനങ്ങളുള്ള, വാഗ്ദത്തമുള്ള ഒരു ഗോത്രമായിരുന്നു ആശേർ ഗോത്രം എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ദൈവത്തിന് സ്തോത്രം. ആശേർ ഗോത്രത്തെക്കുറിച്ച് പറയുന്നത്, ആശേർ പുത്രസമ്പത്ത് കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവൻ, അല്ലേ, സഹോദരന്മാർക്ക് ഇഷ്ടൻ, അതുപോലെ അവൻ്റെ കാൽ എന്ത് ചെയ്യുന്നു? എണ്ണയിൽ മുക്കുന്നു. സ്തോത്രം. അവൻ്റെ ആഹാരത്തിൻ്റെ പുഷ്ടിയെക്കുറിച്ച് പറയുന്നത്, അവൻ രാജകീയ സ്വാദ് ഭോജനം നൽകും. ഹന്നയോട് ചോദിച്ചാൽ ഇതൊന്നും എൻ്റെ ജീവിതത്തിൽ ഇല്ലെങ്കിലും, സ്തോത്രം, ആശേർ ഗോത്രത്തെക്കുറിച്ച് നമ്മൾ ഉൽപ്പത്തി മുതൽ ഇങ്ങോട്ട് പഠിച്ചാൽ ഒരൊറ്റ വ്യക്തിയുടെ ജീവിതത്തിൽ പോലും ഈ പ്രവചനം നിറവേറിയില്ല. സ്തോത്രം. എന്നാൽ പ്രാർത്ഥിച്ച് കരഞ്ഞ് ഉപവസിച്ച ഹന്നയുടെ ജീവിതത്തിൽ വെളിച്ചം കാണുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കി. നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. സ്തോത്രം. അനേകം വാഗ്ദത്തങ്ങളുള്ള പലരും ഇതിനകത്തിരിപ്പുണ്ട്. പക്ഷേ വാഗ്ദത്തം ഉണ്ടെന്നല്ലാതെ വാഗ്ദത്തം കാണുവാൻ പലർക്കും കഴിഞ്ഞിട്ടില്ല. സ്തോത്രം. എൻ്റെ ആത്മീയ അനുഭവത്തിൽ 23 വർഷത്തെ ചുരുങ്ങിയ ആത്മീയ അനുഭവത്തിൽ എന്നൊരു കാര്യം ദൈവമക്കളോട് പറയാം. നിങ്ങളുടെ വീട്ടിൽ ഒരു വാഗ്ദത്ത സന്തതി ഉണ്ടെങ്കിൽ, നിങ്ങളുടെ വീട്ടിൽ ദൈവത്തിൻ്റെ വലിയ വാഗ്ദത്തമുള്ളൊരു വ്യക്തി ഉണ്ടെങ്കിൽ, ഏറ്റവും കൂടുതൽ പോരാട്ടം ആർക്കായിരിക്കും എന്നറിയാമോ? ആ വാഗ്ദത്തമുള്ള തലമുറയ്ക്കായിരിക്കും. സ്തോത്രം. ആ വാഗ്ദത്തമുള്ള തലമുറയുടെ വാഗ്ദത്തത്തെ നിവർത്തീകരിക്കാതിരിക്കാൻ പിശാച് പദ്ധതികൾ ഒരുക്കും. ഇതൊരു വെളിപ്പാടാണ്. വചനത്തിൽ ഇതൊരു വെളിപ്പാട് കയറി വരികയാണ്. ഒരു മോശക്കുഞ്ഞ് വാഗ്ദത്തമുള്ളവനായിരുന്നു. അവൻ്റെ ജനനത്തെങ്കിലെ ദിവ്യ സുന്ദരനെന്ന് മാതാപിതാക്കൾ കണ്ടു. യോഖേബേദും അമ്രാമും അവർക്ക് ചെയ്യാൻ പറ്റിയ നിലയിൽ ഞാങ്ങണ കൊണ്ടൊരു പെട്ടകമുണ്ടാക്കി, അകത്തും പുറത്തും കീഴ് തേച്ച് സ്തോത്രം, അവിടെ സ്തോത്രം, ഞാങ്ങണകളുടെ ഇടയിൽ കൊണ്ടുവന്ന് സ്തോത്രം, ഈ മോശയുടെ പെട്ടകം കൊണ്ടുവന്ന് വെച്ചു. മോശക്കുഞ്ഞിനെ അതിനകത്ത് കിടത്തി. ദൂരെ മാറി മിരിയാം, സ്വന്തം സഹോദരി, ഇവൻ എന്ത് ഭാവിക്കുമെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. സ്തോത്രം. എന്നൊരു ചിന്ത ദൈവമക്കളോട് ഞാൻ പറയാം. വീട്ടിലിരുന്ന് മാതാപിതാക്കൾ ദൈവത്തോട് കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ വീട്ടിൽ ജനിച്ചിരിക്കുന്നത് സാധാരണ ഒരു തലമുറയല്ല. സ്തോത്രം. അവൻ നൈൽ നദിയിൽ വീണ്, നീല നദിയിൽ വീണ് ദുഷ്ടജന്തുക്കൾ അവനെ തിന്നുകളയുവാൻ സ്വർഗമേ നീ സമ്മതിക്കരുത്. അവനെക്കുറിച്ച് വലിയ വാഗ്ദത്തങ്ങൾ ദൈവത്തിനുണ്ട്. പ്രാർത്ഥിക്കുമ്പോൾ ചിലരോട് പരിശുദ്ധാത്മാവ് സംസാരിക്കുകയാണ്. നിങ്ങളുടെ ഭവനത്തിനകത്ത് ഒരു മോശക്കുഞ്ഞുണ്ടെങ്കിൽ, ഒരു ഞാങ്ങണ
പെട്ടകം പണിയാൻ തയ്യാറാക്കിക്കൊള്ളണം. സ്തോത്രം. ആമേ പ്രാർത്ഥനയെന്ന ആമേ ഉപവാസമെന്ന ഒരു ഞാങ്ങണപ്പെട്ടകം നിങ്ങൾ പണിയണം. അകത്തും പുറത്തും കീലി തേക്കണം. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകമുള്ളവരെ കരങ്ങളെ തട്ടി കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ അഭിഷേകത്തോടെ ആത്മാവിൽ ആരാധിച്ചോ. ഇന്ന് രാത്രി ആത്മീയ വിടുതലിന്റെ രാത്രിയാ, ദൈവ പ്രവൃത്തിയുടെ രാത്രിയാ, ദൈവ പ്രവൃത്തിയുടെ രാത്രിയാ. ഓ ഓ ഹല്ലേലൂയ. ആമേൻ, ആമേൻ. ഓ ഹല്ലേലൂയ. അകത്തും പുറത്തും കീലി തേക്കണം. അകത്തും പുറത്തും കീലി തേക്കണം. എന്തിനാ അകത്ത് കീലി തേക്കുന്നത്? അകത്തുള്ളതൊന്നും നഷ്ടപ്പെട്ടു പോകരുത്. മനസ്സിലായോ? ഇന്നത്തെ തലമുറ നമുക്കറിയാം. ഞാൻ പറയാതെ, എനിക്ക് 3 കുഞ്ഞുങ്ങളുണ്ട്. നമുക്കെല്ലാം കുഞ്ഞുങ്ങളുള്ളവരാണ്. സ്തോത്രം. അനേക കുഞ്ഞുങ്ങൾ തെറ്റിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. ഇന്നത്തെ നമുക്കറിയാം, ആധുനികമായിട്ടുള്ള സാങ്കേതിക അനുഭവങ്ങളിലൂടെ നമ്മുടെ കുഞ്ഞുങ്ങൾ പലരും അവർ പുറമേ കൈയടിക്കുന്നുണ്ടെങ്കിലും ആരാധിക്കുന്നുണ്ടെങ്കിലും അവരുടെ ഹൃദയം ദൈവത്തിന് മാത്രമേ അറിയാവുള്ളൂ. സാഹചര്യങ്ങൾ വഴിമാറിക്കൊണ്ടിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയുടെ സ്വാധീനം വളരെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രതീക്ഷിക്കാത്ത മണ്ഡലങ്ങളിലാണ് കുഞ്ഞുങ്ങൾ തെറ്റിപ്പോകുന്നത്. സ്കൂളുകളിലും കോളേജിലും ഒക്കെ നമ്മുടെ കുഞ്ഞുങ്ങളെ അയക്കുന്നു. എൻ്റെ മോന് 4 വർഷം ബാംഗ്ലൂരാണ് പഠിച്ചത്. അവൻ വന്ന് ഒത്തിരി വേദനാജനകമായ അനുഭവങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം. പുറത്തെ കാര്യമല്ല, ദൈവമക്കളുടെ ഇടയിലെ കാര്യം. ദൈവത്തിന് സ്തോത്രം. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് സ്വസ്ഥത നഷ്ടപ്പെട്ട് മാതാപിതാക്കൾ ഇത് അറിയുന്നില്ല. സ്തോത്രം. അങ്ങനെ ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങളുണ്ട്. ദൈവമക്കളെ, ഒരു ദൂത് ഞാൻ ദൈവമക്കളോട് വിളിച്ചു പറയാം. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ സൂക്ഷിക്കുന്നതിന് പരിമിതിയുണ്ട്. എന്നാൽ സർവശക്തന്റെ കരങ്ങളിൽ നമ്മുടെ തലമുറകളെ ഏൽപ്പിച്ചാൽ, ഓ ഹല്ലേലൂയ. ഈ ഉപവാസവും പ്രാർത്ഥനയും ബഹുമാന്യ ദൈവദാസൻ ക്രമീകരിച്ചത് ഇവിടെയുള്ള തലമുറകളുടെ വിടുതലിന് വേണ്ടി കൂടിയാണ്. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് ഇങ്ങനെ ദൂത് പറയുകയാണ്. ആമേൻ. ഏറ്റെടുത്തുകൊള്ളണം. ഇവിടെയുള്ള തലമുറകൾ കെട്ടപ്പെട്ടു പോകുവാൻ ദൈവം തമ്പുരാൻ അനുവദിക്കത്തില്ല. അഥവാ തെറ്റിപ്പോയാലും അവരെ ദൈവകൃപയിലേക്ക് മടക്കി വരുത്തുവാൻ എൻ്റെ സ്വർഗ്ഗത്തിലെ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. ഈ ഉപവാസ പ്രാർത്ഥനയിൽ അകത്തും പുറത്തും കീലി തേക്കുന്ന ഉപവസിക്കുന്ന പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ. എന്തിനാ അകത്ത് കീലി തേക്കുന്നതെന്നറിയാമോ? അകത്തുള്ള കൃപയൊന്നും പുറത്തോട്ട് പോകരുത്. എന്തിനാ പുറത്ത് കീലി തേക്കുന്നത്? പുറത്തുള്ള വെള്ളം, പുറത്തുള്ള സ്വാധീനങ്ങൾ, ലോകത്തിൻ്റെ സ്വാധീനങ്ങൾ നമ്മുടെ തലമുറയുടെ അകത്തേക്ക് കയറി വരരുത്. മാതാപിതാക്കളോട് വളരെ വിനയത്തോടെ സ്നേഹത്തോടെ താഴ്മയോടെ ഞാൻ വിളിച്ചു പറയട്ടെ, ഉപവാസ പ്രാർത്ഥനയിൽ തലമുറയുടെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ഈ തിരുവല്ലയിൽ പ്രയർ സെൻ്ററിലുള്ള അനുഗ്രഹിക്കപ്പെട്ട തലമുറകൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ കുഞ്ഞുങ്ങളുടെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കട്ടെ. അവർ അഭിഷേകത്തിൽ ജ്വലിക്കുന്നവരായി തീരട്ടെ. അവർ ആത്മാവിൽ കത്തി ജ്വലിക്കുന്നവരായി തീരട്ടെ. പുറമേയുള്ള ഒരാരാധനയല്ല, ഹൃദയം ദൈവവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ആഴമായ 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 ഏറ്റെടുത്ത് ആത്മാവി സ്തോത്രം ചെയ്തോ ആഴമായ ഒരു ആത്മീയ അനുഭവത്തിലേക്ക് പരിശുദ്ധാത്മാവ് തലമുറകളെ നയിക്കാൻ വേണ്ടി ആഗ്രഹിക്കുക. ആത്മാവിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ തലമുറകളെ പുഴുങ്ങി തിന്നുന്ന ഹല്ലേലൂയ ആ ക്ഷാമകാലഘട്ടത്തിൽ യെസ് ഓ ഹല്ലേലൂയ ഹല്ലേലൂയ ആമേൻ. സ്തോത്രം. നിന്റെ മകനെ ഇന്ന് പുഴുങ്ങി തിന്നാം. ആമേൻ. മറ്റൊരു തീയുടെ മകളെ നാളെ പുഴുങ്ങി തിന്നാമെന്ന് പറഞ്ഞ് കുഞ്ഞുങ്ങളെ തലമുറകളെ തകർത്ത് കളയുന്ന വ്യാപാര ശക്തികളുടെ മധ്യത്തിൽ പ്രവാചകൻ എഴുന്നേറ്റ് നിന്ന് ദൂത് വിളിച്ചു പറയുകയാണ്. ആമേൻ. ഞാനത് നിർത്തലാക്കാൻ വേണ്ടി പോകുകയാണ്. നാളെ ഈ സമയമാകുമ്പോൾ ശമര്യയുടെ പടിവാതിക്കൽ പ്രതീക്ഷിക്കാത്ത നിലവാരത്തിൽ ഒരു വ്യാപാരം അടക്കാൻ വേണ്ടി പോകുകയാണ്. തിരുവല്ല പട്ടണത്തിൽ ഈ ദൈവസഭ തലമുറകളെ വിടുവിക്കുന്ന ഒരു സഭയാക്കി പരിശുദ്ധാത്മാവ് മാറ്റാൻ വേണ്ടി പോകുക. എത്ര പേർ ആത്മാവിൽ ഇത് ഏറ്റെടുക്കുന്നു? പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തോട് പറയുക, ചില തലമുറയുടെ കെട്ടഴിക്കുന്ന ഉപവാസ പ്രാർത്ഥനയാണ്. ചിലവിൻ്റെ ബന്ധനങ്ങൾ അഴിയപ്പെടുന്ന ഉപവാസ പ്രാർത്ഥനയാണ്. ചിലത് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ സമർപ്പിക്കുന്ന ഉപവാസ പ്രാർത്ഥനയാണ്. ചിലരുടെ നാവിൽ പുതിയ അന്യഭാഷ നൽകുന്ന ഉപവാസ പ്രാർത്ഥനയാണ്. ഇതുവരെ ലഭിക്കാത്ത ചില കൃപാവരങ്ങളിലേക്ക്
ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രതീക്ഷിച്ചതുപോലെ സംഭവങ്ങൾ നടന്നില്ല. ആമേൻ. രാജകൊട്ടാരത്തിലെ രാജകുമാരി കുളിക്കാനായിട്ട് വന്നപ്പോൾ കുഞ്ഞിനെ കാണുകയാണ്. അനന്തരം അവൻ കൊട്ടാരത്തിലെത്തപ്പെട്ടു. അവൻ്റെ വിദ്യാഭ്യാസ മണ്ഡലങ്ങൾ മാറി. ഒരു ദൂത് ഞാൻ വിളിച്ചു പറയട്ടെ, വാഗ്ദത്തമുള്ളതിന് സ്തോത്രം. ആമേൻ. നൈൽ നദിയിലെ ദുഷ്ടജന്തുക്കൾ തിന്നു കളയുവാൻ എൻ്റെ സ്വർഗത്തിലെ അപ്പച്ചൻ അനുവദിക്കത്തില്ല. സ്തോത്രം. എത്ര വലിയ പോരാട്ടം നിങ്ങളുടെ തലമുറകളുടെ നേരെ വന്നാലും ദൈവത്തിൻ്റെ വാഗ്ദത്തം നിങ്ങളുടെ തലമുറയിലുണ്ടെങ്കിൽ, ഓ ഹല്ലേലൂയ, പൈശാചിക മണ്ഡലത്തിന് ആ തലമുറയെ വിട്ടുകൊടുക്കുവാൻ സ്വർഗത്തിലെ അപ്പച്ചൻ അനുവദിക്കത്തില്ല. ഉടമാമ ഒരു വചന വെളിപ്പാട് അതിനോട് കണക്ട് ചെയ്ത് പരിശുദ്ധാത്മാവിനോട് പറയുന്നു. 129 സങ്കീർത്തനം അതിൻ്റെ 1-ാം വാക്യം ഇസ്രായേൽ പറയേണ്ടതെന്നാൽ അവരെൻ്റെ ബാല്യം മുതൽ പലപ്പോഴും എന്നെ ഉപദ്രവിച്ചു, എങ്കിലും അവർ എന്നെ ജയിച്ചില്ല. ഓ ഹല്ലേലൂയ. ആത്മാവിൽ സ്തോത്രം ചെയ്തോ. ഈ ഉപവാസ പ്രാർത്ഥനയിൽ തലമുറയുടെ കെട്ടുകളെ പരിശുദ്ധാത്മാവ് അഴിക്കാൻ വേണ്ടി പോകുകയാ. ഈ കുഞ്ഞുങ്ങളുടെ മേലൊക്കെ ദൈവശക്തി വ്യാപരിക്കട്ടെ. അവർ അന്യഭാഷകളിൽ അഭിഷേകത്തോടെ ആത്മാവിൽ ആരാധിക്കുന്ന പുതിയ ആത്മതലങ്ങൾ വെളിപ്പെടട്ടെ. തലമുറകൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ കരുതൽ വെളിപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാ പ്രതീക്ഷിക്കാത്ത നിലവാരത്തിൽ നിങ്ങൾ ദൂതായിട്ട് ഏറ്റെടുത്തോ. ഈ കുഞ്ഞ് ഇനി പഠിപ്പിച്ചിട്ട് കാര്യമില്ല. സ്തോത്രം. ഒരു പ്രതീക്ഷയും ഉണ്ടാകത്തില്ല. ഇനി മുന്നോട്ട് ആമ എന്ത് ചെയ്താലും ഒരു പ്രതീക്ഷയും ഉണ്ടാകത്തില്ല. സ്തോത്രം. ദൈവം തമ്പുരാൻ അതിനെ വ്യക്തമാക്കിയിട്ട് സ്തോത്രം. പ്രതീക്ഷയ്ക്ക് അപ്പുറമായി ചില കാര്യങ്ങൾ ചെയ്യാൻ കർത്താവിൻ്റെ ആത്മാവ് ആഗ്രഹിക്കുകയാണ്. വിശ്വസിക്കുന്ന അഭിഷേകത്തോടൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എൻ്റെ ദൂത് ഡൈവേർട്ട് ചെയ്ത് പോകുന്നെന്ന് എനിക്കറിയാം. ദൈവത്തിന് സ്തോത്രം. എങ്കിലും പരിശുദ്ധാത്മ നിയോഗത്തോടെ ഞാൻ വിളിച്ചു പറയട്ടെ. ദൈവത്തിന് സ്തോത്രം. ആലയം പണിയാൻ വേണ്ടി അന്നത്തെ സ്തോത്രം സീദോന്റെ രാജാവായ ഹീരാം ഒത്തിരി തടികളും സ്വർണവും ഉരുപ്പടികളും ഒക്കെ ശലോമോന് കൊടുത്തു. ശലോമോൻ പ്രത്യുപകാരമായിട്ട് ഗലീലയിലെ 20 പട്ടണങ്ങൾ സ്തോത്രം തനിക്ക് ദാനമായിട്ട് കൊടുക്കുവാൻ തീരുമാനിച്ചു. പട്ടണം കാണാൻ വേണ്ടി ഹീരാൻ രാജാവ് വന്നു. സ്തോത്രം. അവിടെ നമ്മൾ വായിക്കുന്നത് രാജാവിനത് ബോധിച്ചില്ല. ബോധിച്ചില്ല. രാജാവിനോട് പറയും, ആമേൻ സ്തോത്രം, ഈ പട്ടണങ്ങൾ ഇത് പട്ടണങ്ങളെ കൊണ്ടെന്താ ഗുണമുള്ളത്? സ്തോത്രം. ഈ 20 പട്ടണങ്ങളെ കണ്ടിട്ട് ഗലീലയിലെ 20 പട്ടണങ്ങളെ കണ്ടിട്ട് രാജാവ് പറയാണ്, ഈ പട്ടണത്തെ കൊണ്ട് ഒരു പ്രയോജനമില്ല. നമ്മൾ ഇംഗ്ലീഷിൽ പറയും ഗുഡ് ഫോർ നത്തിങ്, അല്ലേ? ഹലോ, നല്ല സ്തോത്രം പറഞ്ഞാട്ടെ. ഈ കുഞ്ഞിനെ പഠിപ്പിക്കുന്നുണ്ട്, പക്ഷെ ഒരു പ്രയോജനവുമില്ല. ഇദ്ദേഹത്തെ കൊണ്ടൊരു പ്രയോജനവുമില്ല. അങ്ങനെ ആരെങ്കിലും ചിന്തിക്കുന്നെങ്കിൽ ഒരു ദൂതി ഞാൻ വിളിച്ചു പറയാം. പ്രയോജനമില്ലെന്ന് ഹീരാൻ രാജാവ് പണ്ട് പറഞ്ഞു. എന്നാൽ യേശു കർത്താവ് വന്നപ്പോൾ ആത്മാവിൽ ദൂത് ഏറ്റെടുക്കണം. 11 ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തത് എവിടുന്നാണെന്നറിയാമോ? ഗുഡ് ഫോർ നത്തിങ് എന്ന് പറഞ്ഞ ഈ പട്ടണത്തിൽ നിന്ന് 11 പേരെ ആത്മാവിൽ സ്തോത്രം പറഞ്ഞാട്ട് ചില തലമുറകളെ ആർക്കും വേണ്ട. ചില തലമുറകളെ ദൈവം തമ്പുരാൻ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി പുറത്തെടുക്കാൻ വേണ്ടി ആഗ്രഹിക്കുക. ഓ ഹല്ലേലൂയ. കാബൂൾ ദേശം വന്ന് സ്തോത്ര പേര് വരുവാൻ കാരണം ഗുഡ് ഫോർ നത്തിങ്, ഒന്നിനും കൊള്ളിയല്ലാത്ത ദേശം. 20 പട്ടണങ്ങൾ ഒന്നിനും കൊള്ളത്തില്ല. രാജാവ് പറഞ്ഞു ശപിച്ചതാണ്. സ്തോത്രം. തമ്പുരാൻ പറഞ്ഞു, നിന്റെ ശാപം അവിടെ കിടക്കട്ടെ. കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി ഒഴുക്കിയ അവിലയേറിയ രക്തത്തിൽ ആ ശാപബന്ധനങ്ങളെ കർത്താവ് അഴിച്ചു മാറ്റി. അനേകരുടെ ശാപത്തെ പൊട്ടിക്കുവാൻ 11 പേരെ ആ പട്ടണത്തിൽ നിന്ന് എനിക്കറിഞ്ഞുകൂടാ ഈ സഭയ്ക്കകത്ത് നിന്ന്, ഈ ലൈവിൽ ഇത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ചിലരുടെ കുടുംബത്തിനകത്ത് നിന്ന് ചിലരെ പിടിച്ചെടുക്കുവാൻ സ്വർഗത്തിലെ ദൈവം തമ്പുരാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ പ്രതീക്ഷകൾക്ക് അപ്പുറമായി ചിലരെ കർത്താവിന്റെ കരങ്ങളിൽ അഭിഷേകമായി സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുക. ആരാധിക്കുന്നെങ്കിൽ നല്ലവണ്ണം കരമടിച്ച് അന്യഭാഷകളിൽ സ്വാതന്ത്ര്യത്തോടെ ആരാധിച്ചു. ഒരു കുഴപ്പവുമില്ല. ഈ ഉപവാസ പ്രാർത്ഥന വിടുവലിൻ്റെ ഒരു പ്രാർത്ഥനയാണ്. അവൾ ആലയം വിട്ടു പിരിയാതെ കണ്ണുനീരോടെ ഉപവാസത്തോടെ ദൈവത്തിന്. ഞാൻ മറ്റൊരു കഥാപാത്രത്തെ കൂടി പറഞ്ഞ് പ്രാർത്ഥിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 25-26 കൂടി ഒന്ന് വായിച്ചാട്ടെ. 25-26. യെരുശലേമിൽ ശിമ്യോൻ എന്ന പേരുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. ആ മനുഷ്യൻ നീതിമാനും ഇസ്രായേലിന്റെ ആശ്വാസത്തിനായി കാത്തിരിക്കുന്നവനുമായിരുന്നു. പരിശുദ്ധാത്മാവും അവന്റെ മേലുണ്ടായിരുന്നു.
കർത്താവിൻ്റെ ക്രിസ്തുവിനെ കാണും മുൻപേ മരണം കാണുകയില്ല എന്ന് പരിശുദ്ധാത്മാവിനാൽ അവന് അരുളപ്പാടുണ്ടായിരുന്നു. നോക്കിയേ, യെരുശലേമിൽ ആരുണ്ടായിരുന്നു? ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഞാൻ ഈ വേദപുസ്തകം വായിച്ചപ്പോൾ അദ്ദേഹത്തെക്കുറിച്ചൊരു ഓഫീസ് അവിടെ എഴുതിയിട്ടില്ല, പ്രവാചകനാണെന്നോ ഒന്നും അവിടെ എഴുതിയിട്ടില്ല. ദെയർ വാസ് ആൻ ഓർഡിനറി മാൻ ഇൻ ജെറുസലേം. ഒരു സാധാരണ മനുഷ്യൻ ജെറുസലേമിലുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഗുണഗണങ്ങളെക്കുറിച്ച് പറയുന്നത് അദ്ദേഹം നീതിമാനായിരുന്നു. രണ്ട്, ഇസ്രായേലിൻ്റെ ആശ്വാസത്തിനായി കാത്തിരിക്കുന്നവനായിരുന്നു. മൂന്ന്, പരിശുദ്ധാത്മാവും തന്നെ മേലുണ്ടായിരുന്നു. നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. സ്തോത്രം. വളരെ നല്ല ക്വാളിഫിക്കേഷൻസാണ് ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. ഒന്ന്, നീതിമാനായിരുന്നു. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ പെർഫെക്റ്റ് അല്ല, ഞാനും പെർഫെക്റ്റാന്ന് പറയുന്നില്ല, നമ്മൾ ആ പെർഫെക്ഷനിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പൗലോസിനെ പോലെ എനിക്ക് ലഭിക്കുമോ എന്ന് വെച്ച് ഞാൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആമേൻ, ദൈവസന്നിധിയിൽ താഴ്മയോടെ പറയട്ടെ, ദൈവത്തോട് പറയണം, നീതിയുള്ളത് പറയുവാൻ, നീതിയുള്ളത് പ്രവർത്തിപ്പാനുള്ള ദൈവകൃപ കർത്താവെ എനിക്ക് നൽകി തരണമേ. നീതികേടായിട്ടൊന്നും എൻ്റെ കൂടാരത്തിൽ കാണുവാൻ തമ്പുരാൻ അനുവദിക്കല്ലേ എന്ന് ദൈവസന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കണം. സ്തോത്രം. സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് 4-ാം സങ്കീർത്തനത്തിൽ, എൻ്റെ നീതിയായ ദൈവമേ, ഞാൻ വിളിക്കുമ്പോൾ എനിക്ക് ഉത്തരമല്ല. ബാക്കി പറഞ്ഞ്, ഞാൻ ഞെരുക്കത്തിരുന്നപ്പോൾ നീ എനിക്ക് എന്ത് വരുത്തിയും. നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഈ ഉപവാസ പ്രാർത്ഥനയിൽ ചില ഞെരുക്കങ്ങളെ സ്വർഗത്തിലെ ദൈവം തമ്പുരാൻ മാറ്റും. രണ്ടാമത്തെ ക്വാളിറ്റി, ഇസ്രായേലിൻ്റെ ആശ്വാസത്തിനായി കാത്തിരിക്കുക. ഇസ്രായേൽ ദൈവസഭയെ കാണിക്കുകയാണ്. സ്തോത്രം. ആമേൻ. ദൈവസഭയുടെ ആശ്വാസത്തിനായി കാത്തിരിക്കുക. വെയിറ്റിംഗ് ഫോർ ദ കൺസോളേഷൻ ഓഫ് ഇസ്രായേൽ. എന്ത് നല്ല ക്വാളിഫിക്കേഷനാണെന്നറിയാമോ? സ്തോത്രം. ആമേൻ. ഇവിടെ ആരാധിക്കാൻ വരുന്ന ദൈവമക്കളെ, ആമേൻ, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം, കർത്താവേ, ഞങ്ങളുടെ സഭയിൽ സാത്താൻ എടുക്കുവാൻ കഴിയാത്തൊരു സമാധാനം, ഒരാശ്വാസം ഞങ്ങളുടെ സഭയിൽ കർത്താവ് പകരണം. ആത്മാവിൽ നല്ല സ്തോത്രം പറഞ്ഞാട്ട്. ഹല്ലേലൂയ. അനേക പൈശാചിക മണ്ഡലങ്ങൾ വളർന്നു വരുന്ന സഭയ്ക്കെതിരെ പത്തി വിടർത്തി പോരാടിക്കൊണ്ടിരിക്കുമ്പോൾ തിരുവല്ലയിലുള്ള പ്രയർ സെൻറ്റർ സഭയെ നോക്കി പരിശുദ്ധാത്മാവ് വിളിച്ചു പറയാണ്, നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ നിങ്ങളിരുന്ന് പ്രാർത്ഥിക്കണം, കർത്താവേ, ഞങ്ങളുടെ സഭയിൽ നിന്ന് സമാധാനം അന്യമായി പോകരുത്. ഞങ്ങളുടെ സഭയിൽ കടന്നു വരുന്നവർ ദൈവികമായ സാന്ത്വനം അനുഭവിക്കണം. എത്ര ദൈവമക്കൾ അങ്ങനെ പ്രാർത്ഥിക്കും? ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. സ്തോത്രം. ആശ്വാസത്തിന് വേണ്ടി കാത്തിരിക്കുക. ഒരു വ്യക്തിയുടെ ആശ്വാസം കാണാൻ വേണ്ടി ആഗ്രഹിക്കുക. ഒരു കുടുംബത്തിനൊരു പ്രതികൂലം വരുമ്പോൾ ഒന്ന് ഫോൺ കോൾ വിളിക്കുമ്പോൾ അവർക്കൊരു ആശ്വാസം ലഭിക്കട്ടെ. ഒരു വ്യക്തിയെ കാണുമ്പോൾ കൈ കൊടുത്ത് സംസാരിക്കുമ്പോൾ അവർക്കൊരു സന്തോഷവും സമാധാനവും ആശ്വാസം ലഭിക്കട്ടെ. നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ചില പ്രിയപ്പെട്ടവർ സംസാരിച്ചാൽ നമ്മുടെ ഉള്ള ആശ്വാസം കൂടി എന്തു ചെയ്യും? നഷ്ടപ്പെടും. ഏതെങ്കിലും വീട്ടിൽ എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടായാൽ നമ്മളത് മനസ്സിൽ വെച്ചിരിക്കുക, അതൊന്ന് സംസാരിക്കാൻ വേണ്ടി. അത് സംസാരിച്ചെങ്കിലേ നമുക്കൊരാശ്വാസം കിട്ടത്തുള്ളൂ. എവിടെയെങ്കിലും ഒരു ബാഡ് ന്യൂസ് കേട്ടാൽ 2 പേരോട് ഫോൺ വിളിച്ച കാര്യം പറഞ്ഞെങ്കിൽ നമുക്കൊരു ഒരിക്കലും അത് ചെയ്യരുത്. ആമേ, തെറ്റായ കാര്യങ്ങൾ, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ സ്പ്രെഡ് ചെയ്യരുത്. ആമേ, നമ്മുടെ അധരങ്ങളിലൂടെ ഞാൻ രാവിലെ പറഞ്ഞതുപോലെ വിശ്വാസം പറയണം. നമ്മുടെ വാ തുറക്കുമ്പോൾ അതൊരാൾക്ക് ആശ്വാസവും സമാധാനവുമായി തീരണം. അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നമ്മുടെ മേൽ പകരുവാനിടയായി തീരും. ഹല്ലേലൂയ. അടുത്തത് പറയുകയാണ്. സ്തോത്രം. ആമേൻ. മൂന്നാമത്തെ ക്വാളിറ്റി, പരിശുദ്ധാത്മാവും തന്നെ മേലുണ്ടായിരുന്നു. എല്ലാവരും കൂടി പറഞ്ഞ് പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞ് നല്ലൊരു കരം ഉയർത്തിയെന്ന്. പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞ് പരിശുദ്ധ പറയണം. ഇടയ്ക്കിടയ്ക്ക് പ്രാർത്ഥനാ മുറിയിൽ പറയണം, പ്രസംഗത്തിൽ പറയണം, ആരാധനയിൽ പറയണം. ഒന്നുകൂടി പറഞ്ഞ കരമുയർത്തി, പരിശുദ്ധാത്മാവ്. ഇരുണ്ട കാലഘട്ടമാണ് കേട്ടോ. സ്തോത്രം. മിശിഹ ആമേൻ ജനിച്ചതേ ഉള്ളൂ. സ്തോത്രം. ഇരുണ്ട് മൂടിക്കിടക്കുകയാണ്. അപ്പോൾ ആമേൻ വയോധികനായ ഒരു മനുഷ്യനെക്കുറിച്ച് ആമേൻ പറയുകയാണ്, പരിശുദ്ധാത്മാവ് തന്നെ മേലുണ്ടായിരുന്നു. ഇപ്പോൾ 3 ക്വാളിറ്റീസാണ്. 1, നീതിമാനായിരുന്നു. 2, ഇസ്രായേലിൻ്റെ ആശ്വാസത്തിനായി കാത്തിരിക്കുന്നവനായിരുന്നു. 3, പരിശുദ്ധാത്മാവ് തൻ്റെ മേലുണ്ടായിരുന്നു. ഇന്നത്തെ ഒരു പ്രത്യേകത, ഇന്ന് പല സഭകളിൽ ഇവിടെയുള്ള ദൈവമക്കൾ വളരെ നല്ല നിലയിൽ അവർ കരമടിച്ച് ആരാധിക്കുന്നത് കാണുമ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ആമേ, ഒരു കാര്യം പറയാം, നമ്മുടെ ഇവിടുത്തെ ആരാധനയുണ്ടല്ലോ, ഇത് മുഖാന്തരം ആമേ സ്തോത്രം, ഇതിനകത്ത് കോമ്പൗണ്ടിൽ ഹോളിനകത്ത് കയറുമ്പോൾ തന്നെ ചില ദൈവിക വിടുതലുകൾ കർത്താവ് വെളിപ്പെടുത്തും.
എത്ര ദൈവമക്കൾക്ക് വിശ്വാസമുണ്ട്? കാരണം സ്തുതി സ്തോത്രവും എവിടെ ഉയരുന്നോ അവിടെ ദൈവത്തിൻ്റെ മഹത്വം തടഞ്ഞു നിൽക്കത്തില്ല. അവിടെ ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങി വരുവാനിടയായിത്തീരും. ഒരുപക്ഷെ ബഹുമാനപ്പെട്ട ദൈവദാസൻ അവിടെ വന്ന് തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നതിന് മുൻപ് തന്നെ ഇവിടെ ഇരുന്ന് ആത്മാവിൽ ആരാധിക്കുമ്പോൾ അവിടെ വിടുതലുകൾ നടക്കും. സഹോദരന്മാരെ, വിശ്വസിക്കുന്നെങ്കിലും ആത്മാവിൽ സ്തോത്രം ചെയ്തോ. പ്രൈസ് ദി ലോർഡ്. കാരണം നമ്മുടെ മേൽ നിന്ന് വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയുടെ ഒരു വ്യാപാരമുണ്ട്. അത് തൻ്റെ ജനത്തെ അത്ഭുതകരമായി വിടുവിക്കും. ഒരു കൂട്ടായ്മയിൽ സംഭവിച്ച കാര്യം കഴിഞ്ഞ ചില നാളുകൾക്ക് മുമ്പ് ഞാൻ കേൾക്കുവാനും അറിയുവാനും ഇവിടെയായി. സ്തോത്രം, ഹല്ലേലൂയ. അവിടെ ആക്സിഡൻറ്റിൽപ്പെട്ട ഒരാൾ, ആക്സിഡൻറ്റിലല്ല, ഹൃദ്രോഗത്തിൽപ്പെട്ട ഒരു വ്യക്തിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ്. ഹൃദ്രോഗം എന്നറിയാലോ, ഹാർട്ട് അറ്റാക്ക് വന്ന് ആംബുലൻസിൽ കൊണ്ടുപോയി. വലിയ സാമ്പത്തിക ശേഷിയുള്ള കുടുംബമല്ല. ആംബുലൻസ് സൈറനൊക്കെ അടിച്ച് കൊണ്ടുപോകുന്ന രണ്ടുപേരും വിശ്വാസികളാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. സ്തോത്രം. അവർ പറഞ്ഞു അവിടെ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുകയാണ്, നമുക്കൊരു കാര്യം ചെയ്യാം. സ്തോത്രം, നമ്മുടെ പാസ്റ്ററെ കൊണ്ടൊന്ന് പ്രാർത്ഥിപ്പിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം. സത്യം പറഞ്ഞാൽ ഞാനാണെങ്കിൽ പോലും അങ്ങനെ പറയുകയല്ല. കാര്യം സീരിയസ് ആയി കിടക്കുന്ന ഒരു വ്യക്തി നമ്മുടെ ആലയത്തിൽ വന്ന് എന്തെങ്കിലും സംഭവിച്ചു പോലെ എന്തോ ചെയ്യും. എന്തായാലും അവർ കൊണ്ടുവന്നു. അപ്പോൾ വലിയൊരു കൂട്ടം ഇവിടെ ആരാധിച്ചു കൊണ്ടിരിക്കുകയാണ്. പുറകിൽ ആംബുലൻസ് വന്ന് നിന്നപ്പോഴേ അവിടെ ലീഡ് ചെയ്ത കർത്താവിൻ്റെ ദാസന് മനസ്സിലായി ഏതോ രോഗിയെ കൊണ്ടുവന്നിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഭയമുണ്ട്. കാരണം എന്തെങ്കിലും സംഭവിച്ചു പോയാൽ പറയാൻ ആൾക്കാർ നിൽക്കുകയാണ്. ഇദ്ദേഹത്തെ അവിടെ നിന്ന് ഇറക്കി, വളരെ സീരിയസ് ആയിട്ട് കിടക്കുകയാണ്. ഇദ്ദേഹത്തെ പുറകിൽ കൊണ്ടേ കിടക്കി. പാസ്റ്റർ ഇവിടെ ഇറങ്ങുന്നതിന് മുമ്പ് ജലം ആത്മാവിൽ ആരാധിച്ചു. ചുരുക്കം പറഞ്ഞ് പാസ്റ്റർ നടന്ന പുറകിൽ ചെല്ലുന്നതിന് മുമ്പ് ഹൃദ്രോഗിയായ മനുഷ്യൻ തുള്ളിച്ചാടി കർത്താവിനെ ആരാധിക്കാൻ തുടങ്ങി. ആത്മാവിൽ ഞാൻ വിളിച്ചു പറയാം, വ്യാപരിക്കുന്നൊരു ദൈവശക്തിയുണ്ട്, വ്യാപരിക്കുന്നൊരു ദൈവശക്തിയുണ്ട്, വ്യാപരിക്കുന്നൊരു ദൈവശക്തിയുണ്ട്. ഇതിനകത്ത് ഹല്ലേലൂയ പരിശുദ്ധാത്മാവിൻ്റെ ചലനം വ്യാപരിച്ചു കൊണ്ടിരിക്കുക. അത്ഭുതകരമായ ചില വിടുതലുകൾ ചിലരുടെ മേൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. ഈ കാലഘട്ടത്തിൽ ദൈവമക്കൾ കാണത്തക്കവണ്ണം ചില വലിയ ദൈവപ്രവർത്തികൾ വെളിപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുക. ഹല്ലേലൂയ. ശിമയോനോട് പരിശുദ്ധാത്മാവിൽ ഒരു അരുളപ്പാടുണ്ടായി, ഒരു ദൂത് തനിക്ക് ലഭിച്ചു. എന്താണെന്നറിയാമോ? കർത്താവായ മിശിഹയെ കാണാതെ എന്ത് സംഭവിക്കത്തില്ല? മരണം ഉണ്ടാകത്തില്ല. ഞാൻ വേദപുസ്തകം വായിച്ചപ്പോൾ എനിക്ക് ലഭിച്ച ഏറ്റവും വലിയ സന്ദേശം, ഏറ്റവും വലിയ ദൂത് എന്നാണെന്നറിയാമോ? മിശിഹയെ കാണുക എന്നുള്ളതാണ്. കർത്താവിനെ കാണുക. എത്ര ദൈവമക്കൾക്ക് ആഗ്രഹമുണ്ട്? സ്തോത്രം. ഒരു പാട്ടുണ്ടല്ലോ, കാന്തനെ കാണുവാൻ ആർത്തി വളരുന്നേ, അല്ലേ? ഇല്ല പ്രത്യാശ മറ്റൊന്നിലും, അല്ലേ? പഴയ ഭക്തന്മാരൊക്കെ അനുഭവത്തിൽ നിന്ന് പാടിയതാണ്. കഷ്ടതയുടെ തീച്ചൂടയിൽ അവർ പാടിയതാണ്. ഞങ്ങൾക്കൊരാഗ്രഹമേ ഉള്ളൂ, ഞങ്ങളുടെ കർത്താവിനെ ഒന്ന് ഇത്ര ദൈവമക്കൾക്ക് ആഗ്രഹമുണ്ട്. കഷ്ടതയുടെ തീച്ചൂടയിലൂടെ കടന്നുപോയ ഭക്തനായ യോബ് പറയുന്നൊരു കാര്യമുണ്ട്. സ്വന്തം ഭാര്യ തള്ളിപ്പറഞ്ഞു. സ്തോത്രം. ഇടയ്ക്ക് വിശ്വാസ പ്രഖ്യാപനമൊക്കെ താൻ ചെയ്തു. യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം മഹത്വപ്പെടുമാറാകട്ടെ, ഇതെല്ലാം താൻ പറഞ്ഞു. പക്ഷേ തീച്ചൂള മുറുകിയപ്പോൾ താൻ പറഞ്ഞൊരു കാര്യമുണ്ട്. Yet in my body shall destroy, I shall see God in my flesh. എൻ്റെ ത്വക്ക് ഇങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹസഹിതനായി. ഏത് ദേഹമാണെന്നറിയോ? തേജസ്സുള്ള ശരീരത്തോടു കൂടെ എൻ്റെ കർത്താവിനെ ഞാൻ കാണും. സ്തോത്രം. ബഹുമാന്യ ദൈവദാസന്മാരെ, എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, ജീവിതത്തിൽ കഠിന ശോധനയിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും എൻ്റെ വചനം കേൾക്കുന്നെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കണം, കർത്താവേ നിൻ്റെ തേജസ്സുള്ള മുഖം കാണുവാൻ. ഹല്ലേലൂയ. എന്നെ സഹായിക്കണമേ. യോബിൻ്റെ പുസ്തകത്തിൻ്റെ അവസാന ഭാഗത്തിലേക്ക് വരുമ്പോൾ യോബ് പറയുന്നൊരു കാര്യമുണ്ട്. അങ്ങയെക്കുറിച്ച്, കർത്താവേ നിന്നെക്കുറിച്ചൊരു കേൾവി മാത്രമേ ഞാൻ കേട്ടിരുന്നുള്ളൂ, ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്? എൻ്റെ കണ്ണാലെ ഞാൻ കാണുകയാണ്. നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ദൈവത്തിന് സ്തോത്രം. ശിമയോനോട് കർത്താവ് പറഞ്ഞു, നീ മിശിഹയെ, കർത്താവായ മിശിഹയെ കാണും മുമ്പേ നിനക്കെന്ത് സംഭവിക്കത്തില്ല? മരണം സംഭവിക്കത്തില്ല. ഏറ്റവും വലിയ പ്രവചനം, ദൈവമക്കൾ ഏറ്റെടുക്കേണ്ട പ്രവചനം, ദൈവമക്കൾ പ്രാപിക്കേണ്ട ദൂത് മറ്റൊന്നുമല്ല, എൻ്റെ മിശിഹയെ എനിക്ക് കാണണം. സ്തോത്രം. ലോക സംഭവങ്ങൾ കർത്താവിൻ്റെ വരവിനെ വിളിച്ചറിയിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ വിവര സാങ്കേതിക വിദ്യകൾ, സ്തോത്രം, നമുക്കറിയാം. AI ക്യാമറകളും AI സാങ്കേതിക വിദ്യകളും കേരളത്തിൽ ഉൾപ്പെടെ വികസിച്ചു കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പ്രതിമ സംസാരിക്കുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുവാൻ നമുക്കാർക്കും ഒരു സന്ദേഹവും വേണ്ട. കാര്യങ്ങൾ അണിയറയിൽ ക്രമീകരിച്ചു കൊണ്ടിരിക്കുന്നു. ഒരു കാര്യം ഈ
ഉപവാസ പ്രാർത്ഥന ഞാൻ വിളിച്ചു പറയാം. നമ്മുടെ ആത്മമണവാളൻ തേജസ്സോടെ വെളിപ്പെടുവാൻ കാലമാസന്നമായി. സ്തോത്രം. നമ്മൾ ആരാധിച്ചതും ഉപവസിച്ചതും വൃഥാവല്ല. നമ്മുടെ മിശിഹയെ നമ്മൾ കാണും. നമ്മുടെ മിശിഹയെ നമ്മൾ കാണും. നമ്മുടെ കർത്താവിനെ നമ്മൾ കാണും. ആമേൻ. സ്തോത്രം. നമ്മുടെ കണ്ണുകൊണ്ട് തേജസ്കരിക്കപ്പെട്ട ശരീരത്തിൽ നമ്മുടെ കർത്താവിനെ നമ്മൾ കാണും. പ്രത്യാശയുള്ള ദൈവമക്കളെ കരങ്ങളെ തട്ടി അഭിഷേകത്തോടെ ദൈവത്തെ ആരാധിച്ചാട്ടെ. സ്തോത്രം. പരിശുദ്ധാത്മാവ് കണക്ട് ചെയ്യുന്നൊരു ദൂത് ഞാൻ പറയാം. ഉപവാസ പ്രാർത്ഥന നമ്മൾ ഉണരാൻ വേണ്ടിയിട്ടാണ്. വെളിപ്പാട് പുസ്തകത്തെ സഭയോട് പറയാണ്, നീ ഉണരാതിരുന്നാൽ ഞാൻ എങ്ങനെ വരും? ഞാൻ കള്ളനെ പോലെ വരുമെന്ന്. മനസ്സിലായോ? അതുകൊണ്ട് ഉണരാൻ വേണ്ടിയിട്ടാണ് ഉപവാസ പ്രാർത്ഥന. ബഹുമാന്യ ദൈവദാസനോടെ ഇതിനകത്ത് വിടുതൽ നടക്കും, രോഗസൗഖ്യം നടക്കും, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. അതെല്ലാം കർത്താവ് ചെയ്തുകൊള്ളും. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എൻ്റെ കർത്താവിനെ എനിക്ക് കാണണം. സ്തോത്രം. എൻ്റെ എത്ര ദൈവമക്കൾക്ക് ആഗ്രഹമുണ്ട് എൻ്റെ കർത്താവിനെ എനിക്ക് കാണണം? എല്ലാ ദിവസവും ദൈവമക്കൾ പ്രാർത്ഥിക്കണം, എൻ്റെ കർത്താവിനെ എനിക്ക് കാണണം, എൻ്റെ കർത്താവിനെ എനിക്ക് കാണണം, എൻ്റെ കർത്താവിനെ എനിക്ക് കാണണം, എൻ്റെ കർത്താവിനെ എനിക്ക് കാണണം. എനിക്കായി ജീവൻ തന്ന കാൽവരി ക്രൂശിൽ എനിക്കായി യാഗമായി തീർന്ന എൻ്റെ കർത്താവിനെ എനിക്ക് കാണണം എന്നാഗ്രഹമുള്ള ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. ലോകത്തിൽ ലഭിക്കാവുന്ന ഏറ്റവും വലിയ ദൂത് പ്രാപിച്ച അനുഗ്രഹിക്കപ്പെട്ടതായ മനുഷ്യനായിരുന്നു ശിമയോൻ. എന്താ പറഞ്ഞാന്നറിയാവോ? നിന്റെ മരണത്തിന് മുൻപ് നീ കർത്താവിനെ കാണും. ഹല്ലേലൂയ. ഞാൻ ഈ വചനം വായിച്ചപ്പോൾ ദൈവാത്മാവ് ഇടപെട്ട 1-2 ചിന്തകൾ ഞാൻ പറയാം. സ്തോത്രം. മരിച്ചു പോകുമെന്ന് പാസ്റ്റർ വിധി എഴുതിയ പല പ്രിയപ്പെട്ടവരും ഇന്നും ജീവനോടെ ഇരുന്ന കർത്താവിനെ ആരാധിക്കുന്നുണ്ട്. സ്തോത്രം. ക്യാൻസർ വന്ന് ബാധിച്ചു, ഇനി ജീവനിൽ നിലനിൽക്കത്തില്ലെന്ന് ഡോക്ടർമാർ വിധി എഴുതിയ പല വ്യക്തികളും ഇന്ന് ദൈവസഭയിൽ തുള്ളിച്ചാടി കർത്താവിനെ ആരാധിക്കുന്നുണ്ട്. കർത്താവിൻ്റെ വേല ചെയ്യുന്ന പല പ്രിയപ്പെട്ടവരുമുണ്ട്. ദൈവത്തിന് സ്തോത്രം. എന്താ അതിൻ്റെ കാരണമെന്നറിയാമോ? കർത്താവിൻ്റെ പ്രോമിസ് അവരുടെ മേൽ കിടക്കുകയാണ്. സ്തോത്രം. എനിക്ക് 50 വയസ്സ് കഴിഞ്ഞു. സ്തോത്രം. എൻ്റെ 9ാമത്തെ വയസ്സിൽ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ സമയത്ത് എൻ്റെ ഈ കീഴ്ത്താടിയിലൊക്കെ ഇങ്ങനെ നീര് വെച്ച്, ഞാൻ മെല്ലിച്ച ശരീരമായിരുന്നു, ഇങ്ങനെ നീര് വെച്ചിരിക്കുന്നത് കണ്ട് പപ്പ അന്ന് പട്ടാളത്തിലൊക്കെ പട്ടാളത്തിൽ നിന്ന് വന്ന് പോലീസിൽ ചേർന്നു. അങ്ങനെ ജോലിയോടെ ബന്ധത്തിൽ രാവിലെ പോകാൻ വേണ്ടി ഒരുങ്ങിയ സമയത്ത്, ഞാൻ ഒരു മകനാണ്, 16 വർഷം കഴിഞ്ഞാണ് ഞാൻ ജനിച്ചത്. പപ്പ എൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, എന്നോട് ഭയങ്കര സ്നേഹമാണ്, ഒരു മകനായിട്ട് ജനിച്ച് ഇവൻ്റെ മുഖത്ത് നീരുണ്ടല്ലോ, കയ്യിലൊക്കെ നീരുണ്ട്, എന്തോ പറ്റിയെന്ന് മമ്മിയോട് ചോദിച്ചപ്പോൾ പറഞ്ഞു അത് നീർക്കെട്ടലായിരിക്കുമെന്ന് പറഞ്ഞു. മമ്മി അന്ന് പാരാസെറ്റാമോളിന് പകരമുള്ളൊരു ഗുളിക എനിക്ക് തന്നു. പപ്പ ജോലിക്ക് പോകാൻ അതിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പിന്നീട് ലൂർദ് ഹോസ്പിറ്റലിനെ അഡ്മിറ്റ് ചെയ്തു. ഡോക്ടർമാർ ചോദിച്ചു യൂറിൻ പോകുന്നുണ്ടോ? അപ്പോഴാണ് നോക്കുന്നത്, യൂറിൻ പോകുന്നില്ല. അവർ പരിശോധിച്ചു. ഞാൻ ഓർക്കുന്നു 7 ഡോക്ടർമാർ, അന്നത്തെ വിദഗ്ധരായ ഡോക്ടർമാർ പരിശോധിച്ചിട്ട് പപ്പയോട് പറഞ്ഞു, ഈ മോൻ രക്ഷപ്പെടുന്ന കാര്യം പ്രയാസമാണ്, കാരണം 2 കിഡ്നിയും നിന്നുപോയി. സ്തോത്രം. പപ്പ പറഞ്ഞു, ലോകത്ത് ഏത് രാജ്യത്തും അന്ന് സാമ്പത്തികമുള്ള സമയമാണ്, എൻ്റെ കുഞ്ഞിനെ എനിക്ക് ജീവനോടെ കിട്ടണം. ബാംഗ്ലൂർ പോയി ഓപ്പറേഷൻ കഴിഞ്ഞാൽ മമ്മിക്ക് ഞാൻ ജനിക്കുന്നത്. സ്തോത്രം. അന്നത്തെ കാലത്ത് ഞങ്ങൾ കത്തോലിക്ക വിശ്വാസത്തിലായിരുന്നു. അറിയാവുന്ന നേർച്ചകൾ പള്ളികളിലൊക്കെ എന്ത് ചെയ്തു? അവർ നേർന്നു. 2ാമത്തെ ദിവസം കഴിഞ്ഞപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു, 3ാമത്തെ ദിവസം രാത്രി തികയ്ക്കത്തില്ല, കുഞ്ഞ് മരിച്ചു പോകും. ഞാൻ ആ റൂം മുഴുവൻ വൊമിറ്റ് ചെയ്യുകയാണ്. അന്ന് ചെയ്യാവുന്ന എല്ലാ മെഡിസിനും അവർ ചെയ്തു. എന്നാൽ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, വീട്ടിൽ എൻ്റെ ബോഡി കൊണ്ടുവരാൻ വേണ്ടി 2-3 സ്തോത്രം അയ്യം വൃത്തിയാക്കാൻ വേണ്ടി ആൾക്കാരെ നിർത്തി അയ്യമൊക്കെ വൃത്തിയാക്കി. സ്തോത്രം. എന്നാൽ 3ാമത്തെ രാത്രി ഏകദേശം 12:30 മണി കഴിഞ്ഞ സമയത്ത് എൻ്റെ 2 കിഡ്നിയും തനിയെ ചലിച്ചു തുടങ്ങുവാനിടയായി. ഇന്ന് 50 വയസ്സ് എനിക്ക് പ്രായം കഴിഞ്ഞു. സ്തോത്രം. കർത്താവിൻ്റെ കൃപയാൽ എല്ലാ വർഷവും ഉപവസിക്കാൻ, ഇതുപോലെ ലോങ് ഫാസ്റ്റിംഗ് ഒക്കെ എടുപ്പാൻ ദൈവം കൃപ തരുന്നു. ഞാൻ പറയാൻ കാരണം, ഇപ്പോഴും ദൈവത്തിൻ്റെ കൃപയാൽ ക്രിയാറ്റിൻ ലെവൽ നോർമലാണ്. ഒരു കാര്യം ഞാൻ വിളിച്ചു പറയാം, ദൈവത്തിന് നിങ്ങളെക്കുറിച്ചൊരു പദ്ധതി ഉണ്ടെങ്കിൽ,
എത്ര ദൈവമക്കൾ ഇത് ഏറ്റെടുക്കും? ദൈവത്തിന് നിങ്ങളെക്കുറിച്ചൊരു വാഗ്ദത്തം ഉണ്ടെങ്കിൽ, ആമേ, ചിലത് കാണിക്കാമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആമേ, ചിലയിടത്ത് കൊണ്ടുപോകാമെന്ന് ദൈവം, ആമേ, ദൈവത്തിന് പദ്ധതി ഉണ്ടെങ്കിൽ മരണം നിങ്ങളുടെ സമീപേ വന്നാലും നിങ്ങളെ തൊടുവാൻ ദൈവം തമ്പുരാൻ അനുവദിക്കത്തില്ല. ദൈവം തമ്പുരാൻ അനുവദിക്കത്തില്ല. ആരെയോ ചൂണ്ടി പരിശുദ്ധാത്മാവ് ദൂത് വിളിച്ചു പറയാ, ദൈവം അനുവദിക്കാതെ ദോഷമായതൊന്നും സംഭവിക്കുകയില്ലെന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. മെലിത്താദ്വീപിൽ പൗലോസ് എന്ന വിഷയം നമുക്കറിയാം. സ്തോത്രം. ആമേ, കൂടെയുള്ള 275 യാത്രക്കാർക്കും വേണ്ടി താൻ വിറക് പെറുക്കിയിടുകയാണ്. ഈ കൂട്ടായ്മയിൽ വിറക് പെറുക്കിയിടുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. ആരാധനയ്ക്ക് വേണ്ടി ഉത്സാഹത്തോടെ കരങ്ങൾ അടിച്ച് ആത്മാവിൽ സ്തുതിക്കുന്നവർക്കായി സ്തോത്രം. കർത്താവ്, എൻ്റെ സ്തോത്രം കൊണ്ട് ഈ ഉപവാസ പ്രാർത്ഥന അനുഗ്രഹിക്കപ്പെടണം. ആമേ, സ്തോത്രം. ഞാൻ പറയുന്ന അന്യഭാഷ മുഖാന്തരം ചിലരുടെയെങ്കിലും വിടുതലുകൾ നടക്കണം. എത്ര ദൈവമക്കൾക്ക് ആവേശമുണ്ട്. എൻ്റെ ഈ കരത്തിന് ആരോഗ്യം ദൈവം തന്നതുകൊണ്ട്, ആമേ, ഞാൻ കരമടിക്കുന്നെങ്കിൽ ശക്തമായിട്ട് കരങ്ങൾ അടിച്ച് എൻ്റെ കർത്താവിനെ ഞാൻ ആരാധിക്കും. എൻ്റെ കരങ്ങൾക്ക്, എൻ്റെ കാലുകൾക്ക് എൻ്റെ ദൈവം ആരോഗ്യം തന്നതുകൊണ്ട് എൻ്റെ കാല് ചവിട്ടി അഭികാരത്തോടെ ഞാൻ ദൈവത്തെ ആരാധിക്കും. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. വിറക് പെറുക്കിയിടുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. വിറക് പെറുക്കിയെടുക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ബഹുമാനപ്പെട്ട രാജു പോക്കാല പാസ്റ്ററിനൊക്കെ അറിയാം. ഞങ്ങളുടെ അവിടെ രാജപ്പൻ ഉപദേശി, ആർച്ചൽ രാജപ്പൻ ഉപദേശി എന്ന് പറയുന്ന ഒരു കർത്തദാസനുണ്ടായിരുന്നു. ഏത് കൺവെൻഷന് വന്നാലും, ആമേൻ, ഞങ്ങളുടെ അവിടെ ഒന്ന് കോളിംഗ് ബെൽ അടിക്കത്തില്ല. എന്നെ കാണാൻ മിക്കവാറും വരും. വാതിക്കെ നിന്ന് ഗ്ലോറി എന്നൊരു വിളിയുണ്ട്. ഈ വിളിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ മാത്രമല്ല, വീട് ലോക്ക് ചെയ്തിരിക്കുകയാണെങ്കിൽ അകത്തിരിക്കുന്നവരൊരു ഞെട്ടിപ്പോവും. സ്തോത്രം. കൺവെൻഷന് വന്ന എല്ലാവർക്കും അറിയാം ഇദ്ദേഹം വന്നിട്ടുണ്ടെന്ന്. സ്തോത്രം. അദ്ദേഹം നിത്യതയിൽ ചേർക്കപ്പെട്ടു. എന്നെ ആദ്യമായിട്ട് പരസ്യത്തിന് പ്രസംഗിപ്പിച്ചത് ആ കർത്താവിൻ്റെ ദാസനാണ്. ഞാൻ BTH 2ാം വർഷം പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ, സ്തോത്രം, ആമേൻ, ഒരു വാക്ക് പറയാൻ പോലും പ്രാപ്തിയില്ലായിരുന്ന സമയത്ത് പൂയപ്പള്ളിയിൽ വന്ന് നിൽക്കുകയാണ്. ഞങ്ങൾ ഓരോ സഭകളിൽ വിടും. അപ്പോൾ അവിടെ ഒരു ചെറിയ മേക്ക് സെറ്റും വെച്ചുകൊണ്ട് രാജപ്പൻ ഉപദേശി അവിടെ നിൽക്കുകയാണ്. സ്തോത്രം. ഇദ്ദേഹം വെരി ഓടുന്നത് പോലെ ഗ്ലോറി 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 പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. അപ്പോഴാണ് ഞാനും വേറൊരു സഹോദരനും കൂടി അവിടെ ചെല്ലുന്നത്. സ്തോത്രം. 2 പേരെ ചേർത്താണ് വിടുന്നത്. കൂടെയുള്ള ആളിനെ പിടിച്ചപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി. എന്നെ പുള്ളി അന്നേരം രക്ഷപ്പെട്ടു. ആമേ, എന്നെ പിടികിട്ടി. എന്നെ ഉടുപ്പേ പിടിച്ച് വലിച്ചുകൊണ്ട് പുള്ളി, ആമേ, സ്തോത്രം, അവിടെയുള്ള ബസ് സ്റ്റോപ്പിൽ അങ്ങോട്ട് കൊണ്ടുവന്നിട്ട് മൈക്ക് എന്നിട്ട് പറയാണ്, ദാണ്ടെ ഒരു വാസ്തുണ്ട്. പുള്ളി, ഞാൻ എന്നെ പൊന്നച്ചാ, എനിക്ക് അറിഞ്ഞുകൂടാ, ആമേ, നിങ്ങൾക്ക് അറിയാവുന്ന പോലെ പ്രസംഗിച്ചാൽ മതി, ഗ്ലോറി എന്ന് പറഞ്ഞു. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. സ്തോത്രം. അങ്ങനെ ഗ്ലോറി പറയുന്ന 2 പേര് നമ്മുടെ സഭയ്ക്കുണ്ടെങ്കിൽ എന്തൊരു അനുഗ്രഹമാണെന്നറിയാം. വിറക് പെറുക്കിയിടുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പൗലോസിൻ്റെ പ്രത്യേകത, ആമേൻ, താൻ വിറക് മറ്റുള്ളവർക്ക് കൂടെ ചൂട് ലഭിക്കട്ടെ. പക്ഷെ പെറുക്കിയിട്ടപ്പോൾ എന്താ സംഭവിച്ചതെന്നറിയാമോ? ഇതിനകത്തുനിന്ന്, സ്തോത്രം, ഒരണലി പുറത്തേക്ക് വന്നു. ആമേൻ. സത്യം പറഞ്ഞാൽ അവിടെ ഒരു സാധാരണ അണലിയാണ്, വിഷം കൂടിയ അണലിയായിട്ടാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. എന്നാൽ ഒരു ആത്മീയ വ്യാഖ്യാനം വേദപണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഈ ദേശത്തെ ഭരിച്ച ഒരു അണലിയുടെ വ്യാപാര ശക്തിയുണ്ട്. സ്തോത്രം. ഈ ശക്തിയാണ് പുറത്തേക്ക് വന്നത്. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു മീറ്റിങ്ങിന് പോയി. ആമേ, രാവിലെ പ്രസംഗമൊക്കെ കഴിഞ്ഞ്, സ്തോത്രം, ഉച്ച കഴിഞ്ഞ് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്നെ കൃത്യമായിട്ടൊരു വെളിപ്പാട് കാണിച്ചു. സഭയുടെ അകത്തുനിന്ന് പെരുമ്പാമ്പ് പയ്യെ ഇഴഞ്ഞിഴഞ്ഞ് പുറത്തേക്ക് പോകുന്നു. ഞാനിത് കണ്ടിരിക്കും, മനസ്സിലായി, ഇത് കൃത്യം വഴി. ഞാനിത് പറയുകയും ഒരു സഹോദരി ആമേ പാമ്പാടുന്നത് പോലെ നിന്ന് ആടാൻ വേണ്ടി തുടങ്ങി. സ്തോത്രം. ആമേ, പ്രാർത്ഥിച്ചു. ദൈവം അതിന് വിടുവിച്ചു. പാസ്റ്ററിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ദൈവത്തിന് സ്തോത്രം. കുറേ നാളായിട്ട് ആമേ ആരാധന വെളിപ്പെടാതെ, ആമേ, സ്തോത്രം, ആയിരിക്കുന്ന ആത്മമണ്ഡലത്തിന് മേലോട്ട് കയറാതെ എന്തോ ബന്ധിക്കുന്നതായിട്ട് അദ്ദേഹത്തിന് തോന്നി. പക്ഷേ ഇപ്പോഴാണ് മനസ്സിലായത്, ഇതൊരു പാമ്പിൻ്റെ വ്യാപാരമായിരുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി ഈ തിരുവല്ലയെ ഭരിക്കുന്ന ഏതെങ്കിലും പൈശാചികമായ ആ പാമ്പിൻ്റെ വ്യാപാരമുണ്ടെങ്കിൽ സ്വർഗത്തിനും ഭൂമിക്കും മാഫനായ യേശുവിൻ്റെ നാമത്തിൽ അതിനെ ഞങ്ങൾ ബ്രേക്ക് ചെയ്യാണ്. അതിനെ വചനം കൊണ്ട് മുറിക്കുകയാണ്. ഇതൊരു ആത്മീയ പോരാട്ടമാകട്ടോ. പരിശുദ്ധാത്മാവിൽ ഏറ്റെടുത്ത് ആത്മാവിൽ സ്തോത്രം ചെയ്യണം. ഇന്ന് രാത്രി ചിലതിൻ്റെ കെട്ടുകൾ അഴിയും. ഇന്ന് രാത്രി ചിലതിൻ്റെ ബന്ധനങ്ങൾ അഴിയും. ഇന്ന് രാത്രി ചില കുടുംബത്തിനകത്ത് സമാധാനം കൊടുക്കാതെ വണ്ണം പോരാടുന്ന പൈശാചിക വ്യാപാരങ്ങളുടെ കെട്ടുകളെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി അഴിച്ചു വിടുകയാണ്.
ഹല്ലേലൂയ. എന്താ സംഭവിച്ചെന്നറിയാമോ? അണലി തൻ്റെ കയ്യിൽ കയറി ചുറ്റി. സ്തോത്രം, സ്തോത്രം. കൂടെ നിന്ന് ആൾക്കാരൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? സ്തോത്രം, ഇവരെല്ലാവരും കുറ്റവാളികളാണ്. ഇവിടെ കുറ്റം ചെയ്യാത്ത ഒരാൾ മാത്രമേ ഉള്ളൂ. ആരാ? പൗലോസ്. അവരെല്ലാം പറഞ്ഞൊരു കാര്യമുണ്ട്. സ്തോത്രം, എന്താ പറഞ്ഞത്? ഈ മനുഷ്യൻ കൊലപാതകൻ, ഈ മനുഷ്യൻ കൊലപാതകനാണ്. ഈ ഒറ്റ മനുഷ്യൻ മുഖാന്തരം എല്ലാം രക്ഷപ്പെട്ടത്. ഇപ്പോൾ ഈ പറഞ്ഞ ആൾക്കാരൊക്കെ എന്ത് ചെയ്തു? വാക്ക് മാറ്റി പറയാൻ. പക്ഷേ പൗലോസേ, ഒരു സ്തോത്രം പറഞ്ഞാട്ട്, സ്തോത്രം, ഈ മെലീത്ത ദ്വീപിൽ ടിക്കറ്റും വിസയും ഇല്ലാതെ നിന്നെ കൊണ്ടുപോയൊരു സ്വർഗത്തിലെ ദൈവം ആമേ പാമ്പ് കടിയേറ്റ് അവിടെ കിടന്ന് മരിച്ച് നാട്ടുകാരെല്ലാം കൂവാൻ വേണ്ടിയല്ല നിന്നെ കൊണ്ടുപോയത്. ഇതിനകത്തൊരു വലിയ ദൈവപ്രവൃത്തി കർത്താവിന് ചെയ്തെടുക്കാനുണ്ട്. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. പൗലോസ് ചെയ്തൊരു കാര്യമുണ്ട്. പൗലോസ് ചെയ്തൊരു കാര്യം ഇന്ന് രാത്രി വിശ്വാസത്താൽ ഇവിടെയുള്ള ദൈവമക്കൾ ചെയ്യണം. ആമേ കയ്യെ പിടിച്ച അണലി, ആമേൻ, ആ കടിയോട് കൂടെ നേരെ മേലോട്ട് പൊക്കിയിട്ട് എന്ത് ചെയ്തെന്ന് എഴുതിയിരിക്കുന്നത്? വിശ്വാസത്തോടെ ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ച് എന്ത് ചെയ്തു? ഷെയ്ക്ക് ഓഫ് ചെയ്തു. അതിനെ എന്ത് ചെയ്തു? കുടഞ്ഞ് വീടിനകത്ത് ആമേ സ്വസ്ഥത വരാതെ കെട്ടിയിടുന്ന അണലിയുടെ വ്യാപാരമുണ്ടെങ്കിൽ ഇന്ന് രാത്രി നാസറേനായ യേശുവിൻ്റെ നാമത്തിൽ അവരെ വിശ്വാസത്താൽ കുടയുകയാണ്. ഓ തലമുറയെ കെട്ടിയിടുന്ന, കുടുംബത്തെ ബന്ധിക്കുന്ന, വീടിനകത്ത് കയറിയാൽ ഒരു സ്വസ്ഥത തരാതവൾ പോരാടുന്ന പൈശാചിക രൂപങ്ങളെ ഇന്ന് രാത്രി വിശ്വാസത്താൽ കുടയുക. ഒരു ആത്മനിയോഗം ഇന്ന് രാത്രി വെളിപ്പെട്ട് വരുന്നു. ചില കുടുംബങ്ങൾക്കകത്ത് അതിശക്തമായ ചില വിടുതലുകളെ പരിശുദ്ധാത്മാവ് കൈമാറുക. ഷെയ്ക്ക് ഓഫ് ചെയ്യണം. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അതിന് തിരിച്ചു പറയരുത്. അതിനെ പ്രാർത്ഥനാ മുറിയിൽ വന്ന് കുടഞ്ഞു കളയണം. നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. സ്തോത്രം. എന്തെങ്കിലും നമ്മുടെ നേരെ വിരൽ ചൂണ്ടിയാൽ നമ്മളൊന്നും പറയേണ്ട. പ്രാർത്ഥനാ മുറി വന്നിട്ട് ആത്മാവിൽ ആരാധിച്ച് അവനെ കുടഞ്ഞു കളയുക. ഒരു വിശ്വാസത്തോടൊരു വെളിപ്പാട് ഞാൻ പറയാം. ആഭിചാരം ദൈവമക്കൾ കേശത്തില്ല, രക്ഷണവിദ്യ ദൈവമക്കൾ കേശത്തില്ല. പ്രാർത്ഥിക്കുന്നവൻ്റെ മക്കളെ ഇല്ലാതാക്കി കളയുവാൻ ഏതെങ്കിലും പൈശാചിക പദ്ധതികൾ അണിയറയിൽ ഒരുങ്ങുന്നെങ്കിൽ ആത്മാവി സ്തോത്രം പറഞ്ഞു ഇന്ന് രാത്രി തീക്കകത്ത് അതിനെ ആമെ പരിശുദ്ധാത്മാവ് ആമെ കത്തിക്കുകയാണ്. ആത്മശക്തിയിൽ അവനെ കത്തിക്കുക. ഓ, അതിശക്തമായിട്ട് ആരാധിച്ചോ? ഇന്ന് രാത്രി കുടുംബത്തിനകത്ത് വിടുവൽ പരിശുദ്ധാത്മാവ് അയക്കുകയാണ്. യെസ്. വൈഡംബലകം അടകംബലക ശമനം. ഇത് ലൈവായിട്ട് മീറ്റിംഗ് പോകുന്നത് കൊണ്ട് പറയുന്നതിന് ഒത്തിരി പരിമിതികളുണ്ട്. 100 അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. സ്തോത്രം. ആമെ കെട്ടപ്പെട്ട ചില വിഷയം ആത്മാവിൽ പ്രവചനാത്മാവിൽ ഞാൻ വിളിച്ചു പറയാം. ആ ബന്ധനങ്ങളെ കർത്താവ് അഴിച്ചു വിടുകയാണ്. ചിലത് രോഗമല്ല, രോഗാത്മാവ് വന്ന് ബന്ധിക്കുന്ന അനുഭവമുണ്ട്. തലയ്ക്കകത്ത്, ശരീരത്തിനകത്ത്, നെഞ്ചിനകത്ത്. അമ്മച്ചര് പറയും എനിക്കെന്നും നെഞ്ചുവേദനയാണ്. ECG വേരിയേഷൻ കാണത്തില്ല, മറ്റ് യാതൊരു ഗ്യാസ്ട്രോ പ്രോബ്ലവും ഉണ്ടാകത്തില്ല, എന്നും നെഞ്ചുവേദനയാണ്. ഓർത്തുകളുടെ എല്ലാമല്ല, ചിലത് പിശാച് കൊണ്ടുവരുന്ന രോഗത്തിൻ്റെ ബന്ധനമുണ്ട്. അമ്മ ആലയത്തിലായിരുന്നിട്ടും 18 വർഷമായി കൂനിയായ സ്ത്രീയെ കെട്ടിയിരുന്നൊരു ബന്ധനമുണ്ടല്ലോ. ശബ്ബത്ത് നാളിൽ കർത്താവ് അടുക്ക വിളിച്ചിട്ട് പറയുകയാണ്, സ്ത്രീയെ നിൻ്റെ രോഗം മാറിയെന്നല്ല, നിൻ്റെ രോഗബന്ധനം എന്ത് ചെയ്തിരിക്കുന്നു? അഴിഞ്ഞിരിക്കുന്നു. ആ പദത്തിൻ്റെ അർത്ഥം കൂട്ടി കെട്ടിവെച്ചതുപോലെ 18 വർഷമായിട്ട് അവൾ തലയൊന്നുയർത്തി ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയാതെ കെട്ടി ഒതുക്കി വെച്ചിരുന്ന ബന്ധനം പരിശുദ്ധാത്മാവ് ദൂത് പറയുക. ഒത്തിരി നാളുകളായി മെഡിസിൻ എടുത്തിട്ട് മാറാതെ സൈക്കാട്രിക് പ്രോബ്ലമായി പരിശുദ്ധാത്മാവ് വിവേചിച്ച് ദൂത് പറയുക. ആമേ, മെഡിസിൻ എടുത്തിട്ട് മാറാത്ത ചില വിഷയങ്ങൾ ഇന്ന് രാത്രി വചനത്തിനകത്ത്, വചന ശുശ്രൂഷയിൽ ആ ബന്ധനത്തെ പരിശുദ്ധാത്മാവ് അഴിച്ചു വിടുകയാണ്. ഓ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഇപ്പം ചത്ത് വീർക്കും വന്ന് അവരെല്ലാവരും നോക്കി. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പൗലോസിനൊന്നും സംഭവിക്കുന്നില്ലെന്ന് കണ്ടിട്ട് അവർ മനസ്സുമാറി പറഞ്ഞൊരു കാര്യമുണ്ട്. ഇവൻ ആരാണ്? അവൻ്റെ ആരാ? ദേവനാണ്. അല്ലെങ്കിൽ ആമേ പണ്ടേ ഞാൻ പറയട്ടെ, വിമർശിച്ച ആൾക്കാരോട് ചോദ്യം ചോദിക്കാം. ഈ പൗലോസിനെ കടിച്ച ഈ അണലി
സ്തോത്രം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദൈവദാസൻ വന്നൊരു പ്രതിസന്ധി, സ്തോത്രം, മറ്റൊരു വ്യക്തിക്ക് വന്നിരുന്നെങ്കിൽ ഒരു ശവപ്പെട്ടിയല്ല 7 എണ്ണം പണിയേണ്ടി വന്നേനെ. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അപ്പം എന്തുകൊണ്ടാണ് ഇത്രയും വലിയ തീച്ചൂള ഒരുക്കിയതെന്നറിയാമോ? ഇതിനെ ജയിക്കാനുള്ള അഭിഷേകം ആർക്ക് ദൈവം കൊടുത്തിരുന്നു? പൗലോസിന് ദൈവം തമ്പുരാൻ കൊടുത്തിരുന്നു. ഒരു കരമൊന്ന് ഉയർത്തിപ്പിടിച്ചേ. സ്തോത്രം. നമ്മൾ അറിയാതെ വരുന്ന ഏതെങ്കിലും പൈശാചിക വ്യാപാരം ഉണ്ടെങ്കിൽ അത് നമ്മൾ അറിയാതെ തന്നെ അതിൻ്റെ കെട്ടിനെ അഴിച്ചു വിടുന്ന ആ അഭിഷേകത്തിൻ്റെ ശക്തി നമ്മുടെ മൺകൂടാരങ്ങളിൽ സ്വർഗത്തിലെ അപ്പച്ചൻ പകരുകയാണ്. ഇന്ന് രാത്രി ഈ വചനം ശുശ്രൂഷിക്കുമ്പോൾ എൻ്റെ അകത്തളങ്ങളിൽ ആത്മാവിൻ്റെ തീ കത്തുന്നത് പോലെ, ആത്മസാന്നിധ്യം ഞാൻ അനുഭവിക്കുന്നത് പോലെ ചിലരോട് ദൈവാത്മാവ് ദൂത് കൈമാറുകയാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി തീ കത്തിപ്പടരുന്നത് പോലെ, തീ കൊണ്ട് ബന്ധ ചണ നൂൽ പോലെ ശരീരത്തെ കെട്ടി ബന്ധിച്ചു വെച്ച ചില രോഗശക്തികളുടെ ബന്ധനങ്ങളെ സ്വർഗത്തിലെ ദൈവം തമ്പുരാൻ ഇന്ന് രാത്രി അഴിച്ചു വിടുക. ആ കരങ്ങൾ നല്ലവണ്ണം അഭിഷേകത്തോടെ അടിച്ചു കർത്താവിനെ ആരാധിച്ചു. യെസ്. ഹല്ലേലൂയ. ഈ അന്യഭാഷ പറഞ്ഞാൽ എന്തോ ഒരു പവറാണെന്നറിയാമോ? അന്യഭാഷയിൽ ആരാധിച്ചാൽ അവനകത്ത് ഭയങ്കരമായ ചലനങ്ങൾ, വിടുതലുകൾ കർത്താവ് നൽകും. ദൈവത്തിന് സ്തോത്രം. അപ്പം വാഗ്ദത്തം ഉള്ളവൻ മരിക്കുന്നതിന് മുൻപ് ആ വാഗ്ദത്തം കണ്ട ശേഷം മാത്രമേ അവൻ മരിക്കത്തുള്ളൂ. വിശ്വാസമുണ്ടോ? നാളെ തട്ടിപ്പോകുന്ന ഡോക്ടർ വിധി എഴുതിയാലും ആ റിപ്പോർട്ടിൻ്റെ കയ്യിൽ കൈവച്ചിട്ട് പറയണം, ഇതിനേക്കാൾ വലിയ റിപ്പോർട്ട്, ഈ റിപ്പോർട്ടാണ് ഏറ്റവും വലുത്. സ്തോത്രം. 2000-ൽ പരം വർഷങ്ങൾക്ക് മുമ്പ് 2 കള്ളന്മാരുടെ നടുവിൽ കാൽവറി ക്രൂശിൽ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി പരമയാഗമായി തീർന്നു. ആമേൻ. ആ വിലയേറിയ ദിനത്താൽ, ആ ചങ്കില ചോരയാൽ, പത്രോസിന്റെ ലേഖനത്തിൽ അവൻ്റെ ആ കര ഉയർത്തി, അവൻ്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. രോഗികൾ മാത്രം ഒന്ന് കരം ഉയർത്തിപ്പിടിച്ച്, മറ്റുള്ളവർ കരം താഴ്ത്തിയിട്ട്, രോഗികൾ മാത്രം ഒരു ആത്മനിയോഗമുള്ളത് കൊണ്ട് കരം നല്ലവണ്ണം ഉയർത്തിപ്പിടിച്ച്, ഏതെങ്കിലും രോഗം നിങ്ങൾ ഭാരപ്പെടുന്നെങ്കിൽ ഇന്ന് രാത്രി അഭിഷേകത്തോടെ, വിശ്വാസത്തോടെ, ഞാൻ ആവേശം കൊണ്ട് പറയുന്നതല്ല, ഒരു അഭിഷേകത്തിന് നിയോഗം ഉള്ളത് കൊണ്ട് പറയുക. ഇന്ന് രാത്രി ആ കണ്ണുകൾ അടച്ച് കണ്ണുനീരോടെ ഒന്നും പ്രാർത്ഥിച്ച്, സ്വർഗത്തിലെ അപ്പച്ച എല്ലാവരും പ്രാർത്ഥിച്ചോ. യെസ്. ഈ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ആ രോഗത്തിൻ്റെ കെട്ടുകളെ പരിശുദ്ധാത്മ വഴിക്കണമേ. ആ ബന്ധനങ്ങളെ, ആ കരങ്ങൾ ഉയർന്നതിനെ, രോഗികൾ മാത്രം ദയവായിട്ട് പ്ലീസ്. ആ സൗഖ്യമാക്കുക യഹോവയുടെ കരം. വിടിവിക്കുന്ന ദൈവശക്തി. ഇന്ന് രാത്രി ശരീരങ്ങളിൽ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതകരമായ ചില വിടുതലുകൾ ജലത്തിനുമേ ദൈവാത്മാവ് കൈമാറുകയാണ്. ഇന്ന് ആരാധന കഴിഞ്ഞ് പ്രാർത്ഥന കഴിയുമ്പോൾ അത്ഭുതകരമായ ചില ദൈവ പ്രവർത്തികൾ അതിരികതര ജലബല ഘടകബല ദുരികബല ധന ദൈവാത്മാവ് സ്പർശിക്കുക. ഇതിനകത്ത് സൗഖ്യം മടക്കുക. സൗഖ്യം. ഒരു വചന വെളിപ്പാട് കൂടെ ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് നൽകുകയാണ്. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പറഞ്ഞേ, നിങ്ങൾ ഇന്ന് കണ്ട മിസ്രയീമിനെ ഇനി ഒരു നാളും വിശ്വാസത്തോടെ പറഞ്ഞു, നിങ്ങൾ ഇന്ന് കണ്ട മിസ്രയീമിനെ ഒരു നാളും നിങ്ങൾ കാണത്തില്ല. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ കാണത്തില്ല. ഇതിനകത്ത് ആരോ സൗഖ്യമായിട്ടുണ്ട്. ഈ സഹോദരന്മാരുടെ ഭാഗത്ത് ഉള്ളം കത്തി കരിഞ്ഞ് പ്രാർത്ഥിച്ച് ഏതോ ഒരു വ്യക്തി സൗഖ്യമായിട്ടുണ്ട്. ആത്മാവി സ്തോത്രം പറഞ്ഞു, നിങ്ങൾ ഇന്ന് കണ്ട മിസ്രയീമിനെ ഇനി ഒരു നാളും കാണത്തില്ല. സ്തോത്രം. കർത്താവായ മിശിഹയെ കാണുന്നതിന് മുൻപേ മരണം സംഭവിക്കത്തില്ല. ഈ ദൂതുമായിട്ട് താനിങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം താൻ പ്രാർത്ഥിച്ചുകൊണ്ട്, ശ്രദ്ധിച്ച് കേൾക്കണം, ഒരു ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ആത്മനിയോഗം തൻ്റെ മേൽ വന്നു. സ്തോത്രം. ദേവാലയത്തിലേക്ക് പോവുക. താൻ ദേവാലയത്തിൽ പോകുന്നൊരു വ്യക്തിയാണ്. പക്ഷേ അവൻ എല്ലാ ദിവസവും ദേവാലയത്തിൽ പോകുന്നത് പോലെയല്ല ശിമയോൻ അന്ന് ദേവാലയത്തിലേക്ക് പോകുന്നത്.
മനസ്സിലാകുന്നുണ്ടോ? നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുന്നവരാണ്, പക്ഷേ ചില സമയത്ത് നമ്മുടെ പ്രാർത്ഥന കർത്താവ് അങ്ങ് ഡൈവേർട്ട് ചെയ്യും. മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ വിഷയങ്ങൾ പറഞ്ഞ സ്തോത്രം, പക്ഷേ ദൈവാത്മാവ് ചിലപ്പോൾ നമ്മുടെ പ്രാർത്ഥന അങ്ങ് ഏറ്റെടുത്തിട്ട് നമ്മൾ പോലും അറിയാത്ത വ്യക്തികൾക്ക് വേണ്ടി നമ്മളെ കൊണ്ട് വലിയവനായ സ്വർഗത്തിലെ ദൈവം പ്രാർത്ഥിപ്പിക്കും. കർത്താവിൻ്റെ ബഹുമാന്യദാസനായ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമ്മൾ പോലും അറിയാത്ത വിഷയങ്ങൾ നമ്മളെ കൊണ്ട് കർത്താവ് പ്രാർത്ഥിപ്പിക്കും. സ്തോത്രം. ചിലപ്പോൾ രാത്രിയിലായിരിക്കും, ചിലപ്പോൾ സ്വപ്നം കാണുമ്പോഴായിരിക്കും, ചിലപ്പോൾ ഒരു ദർശനം കണ്ടായിരിക്കും ദൈവം നമ്മളെ തട്ടി എഴുന്നേൽപ്പിച്ചിട്ട് എഴുന്നേറ്റ് എന്ത് ചെയ്യുക. ഓർത്തോളം, നിയോഗത്തോടു കൂടിയുള്ള പ്രാർത്ഥന വലിയ അത്ഭുതങ്ങളെ കൊണ്ടുവരും. സ്വതം നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുന്നവരാണ്, എന്നാൽ ചിലപ്പം കർത്താവ് ഭയങ്കര നിയോഗം നമ്മുടെ ഉള്ളിലേക്ക് തരും. ഈ നിയോഗത്തോടുകൂടെ നമ്മൾ ആത്മാവിൽ പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയാൽ അത്ഭുതകരമായ ചില വിടുതലുകൾ കർത്താവ് പകരും. നീണ്ട വർഷങ്ങൾക്ക് മുൻപ് ഒരിക്കലും ഞാൻ രാത്രിയിൽ ബൈബിൾ കോളേജിൽ പഠിക്കുന്ന സമയമാണ്, ഏകദേശം 23-24 വർഷമായി. അപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, രാത്രി ഉറങ്ങുന്ന സമയത്ത്, എൻ്റെ ഒരു റിലേറ്റീവ്, കുഞ്ഞുമോനെന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. സ്തോത്രം. അദ്ദേഹത്തിന് വണ്ടി ഉണ്ടോ എന്ന് പോലും എനിക്കറിഞ്ഞുകൂടാ. ഞാൻ കാണുന്നൊരു കാഴ്ച, ഇദ്ദേഹം ഓട്ടോറിക്ഷ ഓടിച്ച് എറണാകുളത്തുകൂടി പോകുന്ന സമയത്ത് ഒരു ആക്സിഡൻറ്റിൽപ്പെട്ട് രക്തം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കാണുകയും ഞാൻ രാത്രി ചാടി എഴുന്നേറ്റു. സ്തോത്രം. എനിക്ക് പിന്നെ ഉറങ്ങാൻ പറ്റുന്നില്ല. അദ്ദേഹം എവിടെയാണ്, ഇദ്ദേഹത്തിന് ഓട്ടോറിക്ഷ ഉണ്ടോ, ഇതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. സ്തോത്രം. പക്ഷേ ഞാനവിടെ ഇരുന്ന ഇരിപ്പിൽ ഇദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാണ് ഒരു നിയോഗം. ഞാൻ പ്രാർത്ഥിച്ചു, എൻ്റെ ദൈവമേ, ഈ അച്ചായനൊന്നും സംഭവിക്കാൻ ഇടവരുത്തല്ലേ. കുറേ സമയം അങ്ങനെ പ്രാർത്ഥിക്കാൻ കർത്താവ് ഒരു നിയോഗം തന്നു. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. സ്തോത്രം. ഞാൻ പിന്നീട് കുറച്ച് നാളുകൾക്ക് ശേഷം, കാര്യം ഫോൺ വിളിക്കാനില്ല, ഫോൺ നമ്പറില്ല, ഇദ്ദേഹത്തെ കാണാൻ വേണ്ടി ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ സ്തോത്രം, ഞാൻ അന്ന് കണ്ട ഡേറ്റ് ഞാൻ ഏകദേശം കുറിച്ച് വെച്ചിരുന്നു. അവിടെ ചെന്നപ്പോൾ ഇദ്ദേഹം എറണാകുളത്ത്, ഇദ്ദേഹത്തിന് ഓട്ടോറിക്ഷ എടുത്തു. ഓട്ടോറിക്ഷയുമായിട്ട് ഇദ്ദേഹം എറണാകുളത്ത് ചെന്നു. അവിടെ സെൻട്രലിൽ വെച്ചൊരു സിവിയർ ആക്സിഡൻറ്റ് ഉണ്ടായി. ഓട്ടോറിക്ഷ മുഴുവൻ തകർന്നു പോയി. മരിച്ചു പോകുമെന്ന് വിധി എഴുതി ഇദ്ദേഹം വെന്റിലേറ്ററിലായിരുന്നു. എന്നാൽ തമ്പുരാൻ, എനിക്ക് മനസ്സിലായി, ഈ പ്രാർത്ഥിപ്പിച്ചത് എന്തിനാണെന്നറിയാവൂ? ഒരു വിടുതൽ അവിടെ അയക്കാൻ വേണ്ടി. ആത്മനിയോഗത്തോടെ പറയാം, എപ്പോഴുമല്ല, ചില സമയങ്ങളിൽ ദൈവാത്മാവ് നമ്മളെ തട്ടി എഴുന്നേൽപ്പിക്കും. ചില സമയങ്ങളിൽ നമ്മുടെ പ്രാർത്ഥന മുറിക്കാത്ത നിയോഗങ്ങൾ വെളിപ്പെടും. ആ സമയത്ത് വീണ്ടും നമ്മൾ ആ നിയോഗത്തോടെ പ്രാർത്ഥിച്ചു കൊള്ളണം. അതിനകത്ത് ചില വിടുതലുകൾ പരിശുദ്ധാത്മാവ് അയക്കും. ഹല്ലേലൂയ. കരമുയർത്തി ഒന്ന് ദൈവത്തെ സ്തുതിച്ചോ. ഉപവസിക്കാൻ പറഞ്ഞാൽ നിയോഗമുണ്ടെങ്കിൽ ഉപവസിക്കണം. കരയാൻ പറഞ്ഞാൽ നിയോഗമുണ്ടെങ്കിൽ കരയണം. ഓ ഹല്ലേലൂയ. ദൈവത്തിൻ്റെ നിയോഗം ഏറ്റെടുക്കണം. ദൈവത്തിൻ്റെ നിയോഗം ഏറ്റെടുക്കുക. ദൈവത്തിൻ്റെ നിയോഗം ഏറ്റെടുക്കുക. ഈ ഉപവാസ പ്രാർത്ഥന ബഹുമാനപ്പെട്ട കർത്താവിൻ്റെ ദാസൻ ക്രമീകരിച്ചത് ഒരു ദൈവ നിയോഗത്തോടു കൂടിയാണ്. ഇവിടെ എസ്തേറിൻ്റെ പുസ്തകം, ജോവേലിൻ്റെ പുസ്തകം ദൈവദാസൻ വായിപ്പിക്കുന്നത് ദൈവ നിയോഗത്തോടു കൂടിയാണ്. സ്തോത്രം. ഇതിനകത്ത് ഈ നിയോഗം വെളിപ്പെടുമ്പോൾ ഇത് ദൈവമക്കൾക്ക് മുഴുവൻ ഒരു വിടുതലായി മാറുകയാണ്. സ്തോത്രം. ഇത് പ്രസംഗിക്കുമ്പോൾ മാത്രമൊന്നുമല്ല, ഒരുപക്ഷെ നിയോഗത്തോടെ ഈ വചനം വായിക്കുമ്പോൾ തന്നെ ചിലരുടെമേലത് വിടുതലാക്കി ദൈവം മാറ്റുകയാണ്. ഓ, ആത്മാവിൽ ഏറ്റെടുത്തു കൊള്ളണം. ഇത് നിയോഗത്തിൻ്റെ പ്രാർത്ഥനയാണ്. ഇത് പരിശുദ്ധാത്മാവ് പറഞ്ഞിട്ട് ക്രമീകരിച്ച പ്രാർത്ഥനയാണ്. അഭിഷേകത്തോടെ കർത്താവിനെ ആരാധിച്ചു കൊള്ളുക. ദൈവ പ്രവർത്തി ചില കുടുംബങ്ങൾക്കകത്ത് അതിശക്തിയോടെ വെളിപ്പെടാൻ വേണ്ടി പോവുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ നിയോഗം വന്നാൽ പിന്നെ എന്ത് ചെയ്യരുത്? അടങ്ങിയിരിക്കരുത്. സ്തോത്രം. നിയോഗം വന്നാൽ ആരാധിച്ചു കൊള്ളണം. നിയോഗം വന്നാൽ ദൈവത്തെ സ്തുതിച്ചു കൊള്ളണം. റെയ്നാഡ് ബോങ്കെ എന്ന് പറയുന്ന അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസൻ, അദ്ദേഹത്തെ കർത്താവ് കൂടുതൽ ഉപയോഗിച്ചത് ആഫ്രിക്കയുടെ ഉണർവിന് വേണ്ടിയിട്ടായിരുന്നു. നോർത്തേൺ ഡക്സ് വാലി എന്ന് പറയുന്ന സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ 10,000-20,000 പേരൊന്ന് മീറ്റിങ്ങിന് കൂടും. ടെൻ്റ് അടിച്ചാണ് അദ്ദേഹം മീറ്റിംഗ് നടത്തുന്നത്. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടൊരു കൂടിവരവ് അദ്ദേഹം നടത്തി. വലിയ ജനറേറ്ററൊക്കെ വെച്ച് സുവിശേഷ പ്രസംഗമൊക്കെ നടത്തി. അവസാനം എല്ലാവരുമൊക്കെ പോകും, തൻ്റെ സ്നേഹിതരൊക്കെ പോകും. ഇദ്ദേഹം തന്നെയാണ് ജനറേറ്ററൊക്കെ ഓഫ് ചെയ്ത് ഈ ശുശ്രൂഷ കഴിഞ്ഞ് അദ്ദേഹം ഒരു അരമണിക്കൂറോളം സ്റ്റേജിൽ നിന്ന് മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കും. അന്ന് രക്ഷിക്കപ്പെട്ട ആൾക്കാർക്ക് വേണ്ടി, രോഗികൾക്ക് വേണ്ടി. മീറ്റിംഗ് കഴിഞ്ഞു അദ്ദേഹം പ്രാർത്ഥിക്കും. അങ്ങനെ മീറ്റിംഗ് കഴിഞ്ഞ് എല്ലാവരും പോയി. ഇദ്ദേഹം അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. ജനറേറ്റർ ഓഫ് ചെയ്തു. അദ്ദേഹം വണ്ടിയിലേക്ക് കയറി പോകാൻ വേണ്ടി ഹെഡ്ലൈറ്റ് ഇട്ടപ്പോൾ വളരെ ദൂരെ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ നിൽക്കുകയാണ്. സ്തോത്രം. അദ്ദേഹം ഇങ്ങനെ കൈവീശി കാണിച്ചു. ഇദ്ദേഹം വണ്ടി നിർത്തിയിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു, നീ എന്തിനാ ഈ രാത്രിയിൽ ഈ മീറ്റിംഗ് കഴിഞ്ഞ് എന്തുകൊണ്ടാണ് നീ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, പാസ്റ്ററെ,
കഴിഞ്ഞ രാത്രിയിൽ ഈ രാത്രിയിൽ അങ്ങ് പ്രസംഗിച്ച സമയത്ത് എൻ്റെ യേശുവിനെ ഞാൻ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിച്ചു. സ്തോത്രം. വളരെ സന്തോഷം. നീ ഇന്ന് രാത്രി വീണ്ടും എന്തിനാണ് വന്നത്? എനിക്ക് അഭിഷേകം പ്രാപിക്കണം. എനിക്ക് അഭിഷേകം. ചോദിച്ചു, നിൻ്റെ പേരെന്താ? എൻ്റെ പേര് ഡേവിഡ് എന്നാണ്. നിനക്ക് എത്ര വയസ്സ് പ്രായമുണ്ട്? എനിക്ക് 17 വയസ്സ് പ്രായം. 17 വയസ്സ് പ്രായമുള്ള ഈ യൗവനക്കാരൻ രാത്രി 12:30 മണി സമയത്ത് റോഡിൻ്റെ നടുക്ക് കൈവീശി കാണിക്കുകയാണ്, എനിക്ക് അഭിഷേകം പ്രാപിക്കണം. റെയ്നാഡ് ബോങ്കയുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിൻ്റെ നിയോഗമുണ്ടായി. അദ്ദേഹം പറഞ്ഞു, സ്തോത്രം, ഇങ്ങനൊരു ചെറുപ്പക്കാരൻ ഇങ്ങനൊരു ആഗ്രഹത്തോടു കൂടി ഈ രാത്രി വന്നെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ പദ്ധതിയുണ്ട്. അദ്ദേഹത്തോട് പറഞ്ഞു, നീ മുട്ടുകുത്താൻ പറഞ്ഞു. ആ റോഡിൽ അദ്ദേഹം മുട്ടുകുത്തി. റെയ്നാഡ് ബോങ്കെ ഡേവിഡിൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. കരം വെച്ചതും അന്യഭാഷകളിൽ നിറഞ്ഞ് താൻ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ആരംഭിച്ചു. അഭിഷേകത്തിൽ നിറഞ്ഞ കർത്താവിനെ സ്തുതിച്ചു. ഭയങ്കര സന്തോഷമുണ്ടായി. സ്തോത്രം. റെയ്നാഡ് ബോങ്കയ്ക്ക് നന്ദി പറഞ്ഞ് ഡേവിഡ് തൻ്റെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോയി. സ്തോത്രം. റെയ്നാഡ് ബോങ്കയ്ക്കും വളരെ സന്തോഷമുണ്ടായി. തൻ്റെ താൻ പാർക്കുന്ന സ്ഥലത്തേക്ക് താൻ മടങ്ങി വന്നു. ഏകദേശം ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ സ്തോത്രം റെയ്നാഡ് ബോങ്കയ്ക്ക് ഒരു അറിവ് കിട്ടി. ഇതേ പട്ടണത്തിൽ തന്നെ അതിശക്തമായ ലക്ഷങ്ങൾ കൂടുന്ന ക്രൂസേഡുകൾ നടക്കുന്നു. സ്തോത്രം. അദ്ദേഹം ചോദിച്ചു, ഞാനാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രീച്ചർ. ഇതാരാ ഇവിടെ പ്രസംഗിക്കുന്നത്? ഇത്രയും ആൾക്കാർ വരുന്നു, രോഗികൾ സൗഖ്യമാകുന്നു, ആൾക്കാർ രക്ഷയിലേക്ക് വരുന്നു. റെയ്നാഡ് ബോങ്കെ ചോദിച്ചു, ഇതെങ്ങനെയാണ് ഉണർവ് നടക്കുന്നത്? എന്താ സംഭവം? ചോദിച്ചു. ആളിൻ്റെ പേരറിഞ്ഞുകൂടാ. സ്തോത്രം. വളരെ പ്രായം കുറഞ്ഞ ഒരു പ്രീച്ചറാണ് പ്രസംഗിക്കുന്നതെന്നറിയാം, പക്ഷെ വലിയ ഉണർവ് നടന്നുകൊണ്ടിരിക്കുകയാണ്. റെയ്നാഡ് ബോങ്കെ രാത്രിയിൽ തൻ്റെ മീറ്റിംഗ് കഴിഞ്ഞ് പ്രാർത്ഥനാ മുറിയിൽ കയറി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഡോറിൽ വന്ന് ആരോ മുട്ടുകയാണ്. സ്തോത്രം. റെയ്നാഡ് ബോങ്കെ ഡോർ തുറന്നപ്പോൾ മുൻപിൽ ആരാ നിൽക്കുന്നത്? ഡേവിഡാണ്. ഡേവിഡ് ചോദിച്ചു, എന്നെ പരിചയമുണ്ടോ? സ്തോത്രം. അയ്യോ, നിന്നെ ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. രാത്രിയിൽ എൻ്റെ മീറ്റിംഗ് കഴിഞ്ഞ് ഞാൻ ക്ഷീണിതനായിട്ട് വണ്ടിയിൽ കയറുമ്പോൾ നീ കൈവീശി ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എനിക്ക് ചില കാര്യങ്ങൾ പാസ്റ്ററുകളോട് പറയാനുണ്ട്. അദ്ദേഹത്തെ ക്ഷണിച്ചു. സ്തോത്രം. ഞങ്ങളുടെ നാട്ടിൽ ഉണർവ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. അനേക ആത്മാക്കൾ രക്ഷിക്കപ്പെടുന്നു. കൂട്ടം കൂട്ടമായിട്ട് ഭൂതങ്ങൾ ഇളകി മാറുന്നു. ജനങ്ങൾ സൗഖ്യം പ്രാപിക്കുന്നു. ഭയങ്കര ഉണർവ് നടക്കുന്നു. ഒന്ന് ചോദിച്ചു, ആരാ പ്രീച്ചർ? അദ്ദേഹം പറഞ്ഞു, ഞാനാണ് പ്രീച്ചർ. സ്തോത്രം. നീ രക്ഷിക്കപ്പെട്ടിട്ട് അധികം നാളായില്ല, എന്താ സംഭവിച്ചത്? അദ്ദേഹം പറഞ്ഞു, അഭിഷേകം പ്രാപിച്ച ശേഷം ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അഭിഷേകം പ്രാപിച്ച ശേഷം ഞാൻ അന്യഭാഷയും പറഞ്ഞുകൊണ്ട് വീട്ടിലേക്ക്, അവിടെയൊക്കെ ഗ്രാമപ്രദേശമാണ്, വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിൽ ചെന്ന് രാത്രി കിടന്നിട്ട് എനിക്ക് ഉറക്കം വന്നില്ല. രാത്രി മുഴുവൻ ഞാൻ അന്യഭാഷ പറഞ്ഞു. രാവിലെ എഴുന്നേറ്റ് ഞാൻ അന്യഭാഷ പറഞ്ഞ് റോഡിൽ കൂടി നടക്കുന്ന സമയത്ത് എനിക്ക് പരിചയമുള്ളൊരു വീട്ടിൽ നിന്ന് ഒരു സഹോദരിയും കുഞ്ഞും കൂടി കരയുകയാണ്. സ്തോത്രം. ഈ സഹോദരിയുടെ കരച്ചിൽ കേട്ട് ഈ വീട്ടിലേക്ക് ചെന്നു. കാരണം തൊട്ട് 2 ആഴ്ച മുമ്പ് ഈ വീട്ടിലൊരു കുഞ്ഞ് മരിച്ചതാണ്. മറ്റൊരു കുഞ്ഞിനെ മടിയിൽ എടുത്തു വെച്ചുകൊണ്ട് ഈ അമ്മ കരഞ്ഞു കൊണ്ടിരിക്കുകയാണ്. ഡേവിഡ് ആ വീട്ടിലേക്ക് കയറി ചെന്നിട്ട് എന്താ വിഷയം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അവിടെ ഈ പൈശാചിക ബാധകളൊക്കെ ഉണ്ട്. ഇതുപോലെ ഒരു കുഞ്ഞ് മരിച്ചു, അടുത്തതിനും ഇതുപോലെ രോഗം ബാധിച്ചിരിക്കുകയാണ്. അത് ശബ്ദിക്കുന്നില്ല, അത് മരിച്ചതുപോലെ കിടക്കുകയാണ്. ഡേവിഡ് പെട്ടെന്ന് ചോദിച്ചു, ഞാനൊന്ന് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. സ്തോത്രം. ഡേവിഡ് യേശുവിൻ്റെ നാമം പറഞ്ഞത് കുഞ്ഞ് ചാടിയങ്ങ് എഴുന്നേറ്റു. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പിന്നെ കണ്ട കാഴ്ച, ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഈ സഹോദരി അവിടുത്തെ മൂപ്പൻ്റെ അടുക്കത്തേക്ക്, അവിടെ എൽഡേഴ്സ് ഉണ്ട്, അവർ ആ ഗ്രാമത്തെ നിയന്ത്രിക്കുന്നത്, മൂപ്പൻ്റെ അടുക്കിലേക്ക് ഓടിച്ചെന്നു. ഇദ്ദേഹത്തിന് മനസ്സിലായില്ല എങ്ങോട്ടാണ് പോകുന്നതെന്ന്. ഡേവിഡ് പുറകെ ഓടി, എന്താ സംഭവിക്കുന്നതെന്നറിയാൻ. അവിടെ ചെന്നിട്ട് മൂപ്പനോട് പറഞ്ഞു, ഈ ഡേവിഡ് എൻ്റെ വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ചു, എൻ്റെ മൂത്ത കുഞ്ഞ് മരിച്ചതുപോലെ ഇവനും മരിച്ചതുപോലെ കിടക്കുകയായിരുന്നു. എന്നാൽ ഡേവിഡ് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ കുഞ്ഞ് ചാടി എഴുന്നേൽക്കുവാനിടയായി. സ്തോത്രം. അപ്പോൾ മൂപ്പൻ പറയുകയാണ്, 12 വയസ്സുള്ള ഒരുത്തന്നാണ്ട് അകത്ത് കിടപ്പുണ്ട്, അവൻ ജനിച്ചപ്പോൾ തൊട്ട് തളർന്ന് കിടക്കുക, നിനക്ക് പറ്റുമോ എന്ന് നോക്കാൻ പറഞ്ഞു. ഡേവിഡ് പറഞ്ഞു, ഒന്ന് പ്രാർത്ഥിച്ച് കളയാം. അകത്തോട്ട് ചെന്നു. ഡേവിഡ് പുറത്ത് വരുന്നതിന് മുമ്പ് കട്ടിലേക്ക് കിടന്നവൻ ചാടി പുറത്ത് വന്നു. ഹല്ലേലൂയ. സ്തോത്രം. മൂപ്പൻ പറഞ്ഞൊരു കാര്യമുണ്ട്. യേശു ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. ഞാൻ ഈ ഗ്രാമത്തിൽ വലിയ ക്രൂസേഡ് നടത്താൻ വേണ്ടി പോകുകയാണ്. 10 ദിവസത്തെ ക്രൂസേഡ് നിനക്ക് വേണ്ടി ഞാൻ ക്രമീകരിക്കാൻ വേണ്ടി പോകുകയാണ്. ആരാ പ്രീച്ചർ എന്നറിയാവോ? നീ പ്രസംഗിക്കണം. സ്തോത്രം. ഡേവിഡ് നീ പ്രസംഗിക്കണം. പരിശുദ്ധാത്മ നിയോഗത്തോടെ ഒരു ദൂതി ഞാൻ വിളിച്ചു പറയാം. ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പുള്ള നിയോഗമുള്ള ചില പ്രിയപ്പെട്ട
പ്രിയപ്പെട്ടവർ, ഈ ദൈവസഭയുടെ അകത്തളങ്ങളിലുണ്ട്. ഈ 4-ാം ദിവസം ഈ ഡേവിഡിനെ എഴുന്നേൽപ്പിച്ചതുപോലെ അഭിഷേകത്തോടെ ചിലവിനെ എഴുന്നേൽപ്പിക്കുവാൻ, കൃപാവരങ്ങളോടെ ആത്മശക്തിയോടെ ചിലവിനെ എഴുന്നേൽപ്പിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുക. ആത്മനിയോഗത്തോടെ ആരാധിച്ചു, ആത്മനിയോഗത്തോടെ ആരാധിച്ചു. അടകമല ശബല കറബധുരി കബല ശംധർ പ്രഭജഗത്തെ ഉടബല ഘടക ശംധരാധര നിയോഗത്തോടെ ചെന്നു. യേശു കർത്താവിനെയും കൊണ്ട് ജോസഫ് മറിയയുടെ കടലിൽ വന്നു. ശിമോന്റെ കരത്തിലേക്ക് കുഞ്ഞിനെ കൊടുത്തു. സ്തോത്രം. ആ കുഞ്ഞിനെ കലങ്ങളിലെടുത്ത് സ്തോത്രം, എൻ്റെ കർത്താവായ മിശിയെ കാണുവാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചല്ലോ എന്ന് പറഞ്ഞ് ശിമയോൻ ദൈവത്തിന് മഹത്വം അർപ്പിച്ചു. മഹത്വം അർപ്പിക്കുക മാത്രമല്ല, മറിയോടൊരു ദൂത് കൂടെ പറഞ്ഞു, നിന്റെ പ്രാണനിലൂടെ ഒരു വാൾ കടന്നു പോകും. സ്തോത്രം. ശരിക്കും പ്രൊഫറ്റിക്കൽ ഓഫീസ് അന്നാണ് ശിമയോൻ കൈകാര്യം ചെയ്തതായിട്ട് ബൈബിളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. പരിശുദ്ധാത്മാവ് പറയുന്നു, കൃപാവരങ്ങളുടെ വ്യാപാരത്തിനു വേണ്ടി. ഹല്ലേലൂയ. സഹോദര സഹോദരി, മാതാവേ പിതാവേ കുഞ്ഞെ, ഒരുപക്ഷെ ലൈവിലൂടെ കാണുന്നവരായിരിക്കാം. ദൈവത്തിൻ്റെ കൃപാവരം ഉപയോഗിക്കേണ്ടതിനായിട്ട് വാര്യപുരെ യോഹന്നാച്ചാനെ പോലെ, കൂടൽ കുഞ്ഞുവനച്ചാനെ പോലെ, പണിക്കർ സാറിനെ പോലെ അവരൊക്കെ ലോകം വിട്ടുമാറ്റപ്പെട്ടെങ്കിലും സ്തോത്രം, അവരുടെ മേൽ പകർന്ന അഭിഷേകമുണ്ടല്ലോ. അവർക്ക് കൊടുത്ത കൃപാവരം കൊടുത്ത കർത്താവ് മരിച്ചിട്ടില്ല, ഇന്നും ജീവനോടെ ഇരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് സഭയെ നോക്കി ദൂത് വിളിച്ചു പറയുന്നു, ചിലരെ അനോയിന്റ് ചെയ്യുവാൻ. ആഗ്രഹമുണ്ടോ കുഞ്ഞുങ്ങളെ? ആഗ്രഹമുണ്ടോ? ഞാൻ പറയും, ഏറ്റവും വലുത് നമുക്ക് വിദ്യാഭ്യാസം ദൈവം തരട്ടെ, അത് അനുഗ്രഹമാണ്. ആരോഗ്യവും സൗന്ദര്യവും നന്മയൊക്കെ തരട്ടെ. ഞാൻ പറയാം, ഏറ്റവും വിലയേറിയത് കർത്താവിൻ്റെ അഭിഷേകമാണ്. ഏറ്റവും വിലയേറിയ ദൈവത്തിൻ്റെ കൃപാഫലമാണ്. ഇപ്പം രാത്രി ആഗ്രഹമുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്ന ആത്മാക്കൾ നിറയ്ക്കാൻ വേണ്ടി പോയി ഈ കുഞ്ഞിനെ കരത്തിലേന്തി ശിമയോൻ ദൈവത്തെ മഹത്വപ്പെടുത്തി. ദൂത് പറഞ്ഞ് നിർത്താം. ഈ കുഞ്ഞിനെ കരത്തിലെടുത്ത് പിടിച്ചപ്പോൾ ഒരു സഹോദരി, പ്രായമുള്ളൊരു അമ്മച്ചി അടുത്ത് വന്ന് നിന്നു. ആരാന്നറിയാവോ? ആലയം വിട്ടുപിരിയാതെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടി ആരാധന കഴിച്ച് ദേവാലയത്തിലിരുന്ന ഈ പ്രായമുള്ള വയോധിയായ മാതാവ് എന്താ ചെയ്തതെന്നറിയാമോ? ദൂത് ശ്രദ്ധിക്കണം. ശിമയോനോട് ചേർന്ന് നിന്ന്, എല്ലാവരും കൂടി ഒന്ന് പറഞ്ഞ്, എങ്ങനെ നിന്നു? ബഹുമാനപ്പെട്ട രാജ്പോക്കാല പാസ്റ്റോട് കീഴ്പ്പെട്ട് ചേർന്ന് നിൽക്കുന്ന അഭിഷിക്തന്മാർക്കായി ദൈവത്തെ സ്തുതിക്കുകയാണ്. എവിടെ ചേർന്ന് നിൽക്കുന്നുവോ, എവിടെ ലോയൽറ്റിയോടെ നിൽക്കുന്നുവോ, അവിടെ അഭിഷേകത്തിൻ്റെ ചൈതന്യം വെളിപ്പെട്ട് വരും. സ്തോത്രം. അവിടെ ചേർന്ന് നിന്നു. ആരാ ചേർന്ന് നിൽക്കുന്നതെന്നറിയാമോ? പ്രാർത്ഥിച്ച അഭിഷേകമുള്ള വ്യക്തി എന്ത് ചെയ്തു? ചേർന്ന് നിന്നു. എന്നിട്ട് എന്താ ചെയ്തത്? ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. സ്തോത്രം. കർത്താവിൻ്റെ ആത്മാവ് ഞാൻ വിളിച്ചു പറയാം, അഭിഷേകമുള്ള ചിലരെ ദൈവസഭയോട് ചേർത്ത് നിർത്താൻ വേണ്ടി പോകുകയാണ്. ഇത് ദൈവാത്മാവ് തരുന്നൊരു ദൂതാണ്. പ്രാർത്ഥിക്കുന്ന ചിലരെ ദൈവസഭയോട് ചേർത്ത് നിർത്താൻ വേണ്ടി പോകുകയാണ്. ദൈവകൃപയുള്ള ചിലരെ ദൈവസഭയോട് ചേർത്ത് നിർത്താൻ വേണ്ടി പോകുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഈ ദിവസങ്ങളിൽ ആഴമായൊരു ദൈവപ്രവൃത്തി കാണുവാൻ പരിശുദ്ധാത്മാവ് തൻ്റെ ജലത്തെ ഒരുക്കാൻ വേണ്ടി പോകുന്നു. ഹല്ലേലൂയ. അല്പസമയം പ്രാർത്ഥിക്കാനുള്ളൊരു ദൈവനിയോഗം കർത്താവ് എനിക്ക് നൽകി തരികയാണ്. സ്തോത്രം. എൻ്റെ മെസ്സേജ് ഇവിടെ നിർത്തി ഒരു 5 മിനിറ്റ് സമയം പ്രാർത്ഥനയ്ക്കായിട്ട് വേർതിരിക്കാൻ വേണ്ടി ഇന്ന് രാത്രി ആത്മാവിൻ്റെ ഒരു ചലനം കർത്താവ് കൈമാറും. പ്രൈസ് ദി ലോർഡ്. കണ്ണാടി വെച്ചോ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. ഒരു ബ്രൗൺ കളർ ഷർട്ടിരിക്കുന്ന പ്രിയ ബ്രദറിനോട് പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. എൻ്റെ കർത്താവിന് ആഴമായ ചില പദ്ധതികൾ ഉടകമല ഹന്തരാതല ജീവിത പന്താവിനെ കുറിച്ചുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. ഉടകാമലകശംഭര ലോകത്തെ കിഴുവേൽ മറയ്ക്കുന്നവരെന്ന ശിഷ്യന്മാരെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞതുപോലെ പ്രത്യേകമായ അഭിഷേകത്തോടും അധികാരത്തോടും